ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്നൊരു അവസരമാണല്ലോ. അതിനാധാരമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ, ഒരേ വാക്യങ്ങൾ തന്നെ യേശു കർത്താവ് 2 സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 19-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം എൻ്റെ 30-ാമത്തെ വാക്യം. എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. 2 ഭാഗത്ത് കർത്താവ് ഒരേ വാക്കുകളോട് ഉപയോഗിച്ചിരിക്കുകയാണ്, ഒരേ വാക്യം ഉപയോഗിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. അതേ വാക്ക് തന്നെ 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. ഇത് രണ്ടും പറയുന്നത് 2 സാഹചര്യമാണ്. ആദ്യം പറയുന്നത് ഒരു സംഭവത്തിന് ശേഷമാണ്, ഒരു കാര്യം അവിടെ നടക്കുകയാണ്, ഒരു ഇവൻ്റാണ്. ആ ഇവൻറ്റിന് ശേഷം, അല്ലെങ്കിൽ ഒരു കർത്താവ് ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം അതിനുശേഷം നടന്ന ചില കാര്യങ്ങൾക്ക് ഒടുവിലായിട്ട് പറയുകയാണ്. രണ്ടാമത് പറയുന്നത് ഒരു ഉപമയുടെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിലാണ്, ഒരു ഉപമയുടെ കൺക്ലൂഷൻ. 20-ാം അധ്യായത്തിലാണ് നമ്മൾ ഉപമ കാണുന്നത്. ഈ 20-ാം അധ്യായത്തിൽ ഈ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു വ്യക്തി അയാളുടെ മുന്തിരിത്തോട്ടത്തിലേക്ക്, അതിൻ്റെ വീട്ടുടയവൻ അതിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ആളുകളെ, ജോലിക്കാരെ ക്ഷണിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ക്ഷണിച്ചതിന് ശേഷം പല സമയങ്ങളിലായിട്ടാണ് അത് ക്ഷണിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അവർക്ക് പ്രതിഫലം വീതിക്കുന്നതായ സമയത്ത് എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രതിഫലം കൊടുക്കുന്നതായ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് ഒടുവിലായിട്ടാണ് പറയുന്നത്, എങ്കിലും ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. എന്നാൽ ഈ ഉപമ പറയുന്നതിനുള്ള സാഹചര്യം എന്താണ്? അതാണ് നമ്മൾ 19-ാം അധ്യായത്തിൽ കാണുന്നത്. 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അവൻ വന്ന് നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. നിത്യജീവനെ അവകാശമാക്കുവാൻ കൽപ്പനകൾ അനുസരിക്കണമെന്ന് കർത്താവ് പറയുന്നു. അവൻ പറഞ്ഞു, കൽപ്പനയെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. ഒടുവിൽ കർത്താവിനോട് പറഞ്ഞു, എങ്കിലും നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്നെന്നെ അനുഗമിക്കുക. എന്നാൽ ഇവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ദുഃഖിച്ച് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ, അവൻ്റെ മടങ്ങിപ്പോക്കിന് ശേഷം പത്രോസ് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, എന്നാൽ ഞങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്തൊക്കെ കിട്ടുമെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ അവരോട് പറയുകയാണ്, എങ്കിലും പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. ആ എങ്കിലും എന്നുള്ള വാക്ക് വളരെ പ്രസക്തമായ ഒരു വാക്കാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് യേശുവിനോട് പത്രോസ് ചോദിക്കുമ്പോൾ, നിനക്ക് ലഭിക്കാനുള്ളത് ലഭിക്കും, പക്ഷേ നീ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. എന്താണ് പ്രതീക്ഷിക്കാത്ത കാര്യം? നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യം സംഭവിക്കുമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. സംതിങ് അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ് പ്രതിഫലം വിഭജിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പ്രതിഫലം വിഭജിക്കുമ്പോൾ എന്ന് തന്നെയല്ല, നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. സ്വർഗത്തിൽ എന്താണ് അവിചാരിതമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ കാര്യമെന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും സ്വർഗത്തിൽ കാണാതിരിക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ, യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുമെന്ന് ചിന്തിക്കുന്ന പല ആളുകളെയും നമ്മളവിടെ കാണത്തില്ല. അതാണ് അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ ഒരു കാര്യം. നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളെ അവിടെ കാണത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും അവിടെ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കാത്ത പല ആളുകളും അവിടെ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് കയറി ഇരിക്കുന്നത് നമ്മൾ കാണും. ഇതാണ് രണ്ടാമത്തെ അപ്രതീക്ഷിതമായ കാര്യം. ഇത് രണ്ടും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു സംശയമുണ്ട്, കർത്താവ് ഇന്നാരൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? കാര്യം എന്നേക്കാൾ വിശുദ്ധരെന്നും എന്നേക്കാൾ അധ്വാനിക്കുന്നവരെന്നും എന്നേക്കാൾ സുവിശേഷ വേലയിൽ മുന്തി വന്നവരെന്നും ഒക്കെ ചിന്തിച്ച ആളുകളെ ഞാനിവിടെ കാണുന്നില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ ഇവിടെ വന്നത്?
അതിനുത്തരം ഒന്നേ ഉള്ളൂ, അതൊരു ദൈവകൃപയാണെന്ന് ചിന്തിച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടൊന്നുമല്ല. പ്രത്യുത ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞു. അല്ലാതെ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ ഒന്നും നമ്മളവിടെ ചെന്നു എന്നാരും ചിന്തിക്കേണ്ട. അവൻ്റെ കൃപ, അവൻ്റെ ആ കൃപയുടെ അല്ലെങ്കിൽ ആ കൃപ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരുന്നത്. പല സമയത്തും ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം, ഇന്ന് ദൈവകൃപയെക്കുറിച്ച് വേണ്ടത്ര പ്രസംഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. പക്ഷേ കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്കിപ്പോൾ ആകെപ്പാടെ കൃപ എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത്. തിരുവത്താഴത്തിന് ആശ്ചര്യമേ എന്ന് പറഞ്ഞ് കൃപയേ കൃപയേ അതിങ്ങനെ പാട്ടുപാടി പോകുന്നുള്ളതല്ലാതെ കൃപ എന്താണെന്ന് ഇപ്പം നമ്മൾ കൂടുതൽ കേൾക്കുന്നത് വിശ്വാസം എന്നുള്ള വാക്കാണ്. അല്ലാതെ കൃപ എന്നുള്ള വാക്ക് ഇപ്പം വളരെ കുറച്ച് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. എന്നാൽ കൃപയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഗാനരചയിതാവ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൃപ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന്. ആ പാട്ടിങ്ങനെയാണ്: It was grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear the hour I first believed. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now am found. Was blind, but now I see. എത്ര അമേസിംഗ് ആണ്, അല്ലെങ്കിൽ എത്ര അത്ഭുതകരമാണ്, എത്ര ആശ്ചര്യകരമാണ് ദൈവം നമ്മളോട് കാണിച്ച കൃപ. വാസ്തവത്തിൽ ഈ പാട്ടിൻ്റെ അർത്ഥം ഇതാണ്: ഇറ്റ് വാസ് ഗ്രേസ് ദാറ്റ് ടോട്ട് മൈ ഹാർട്ട് ടു ഫിയർ. എന്നെ ഭയപ്പെടാൻ പഠിപ്പിച്ചത് തന്നെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ കൃപയാണ്. എന്നെ ഭയത്തിൽ നിന്ന് വിടുവിച്ചതും ദൈവകൃപയാണ്. അത് വളരെ വളരെ അർത്ഥസമ്പുഷ്ടമായ കാര്യം. ദൈവത്തെയോ ദൈവികതയോ ഒന്നും ഭയമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിച്ചത് ആരാണ്? കൃപയാണ്. ഇറ്റ് വാസ് ഗ്രേസ് ദാറ്റ് ടോട്ട് മൈ ഹാർട്ട് ടു ഫിയർ. ആരാണ് ഈ ഭയത്തിൽ നമ്മളെ വിടുവിച്ചത്? അതും കൃപയാണ്. ഹല്ലേലൂയ. ഇറ്റ് വാസ് ഗ്രേസ് ദാറ്റ് ടോട്ട് മൈ ഹാർട്ട് ടു ഫിയർ, and grace my fears relieved. How precious did that grace appear the hour I first believed. വിശ്വസിക്കുവാൻ നമുക്ക് ദൈവം നൽകിയ ആ കൃപ. പക്ഷെ ഇവിടെ കൃപയുടെ മാഹാത്മ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ പാരബിളിൽ നമ്മൾ ദൈവകൃപ എത്ര വൈവിധ്യത്തോടു കൂടെയാണ് ഇടപെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കൃപയോടുള്ള ആളുകളുടെ പ്രതികരണം കൂടെ നമ്മളവിടെ കാണുന്നുണ്ട്. ഈ പാരബിൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് പഠിക്കാം. എന്നാലേ അതിൻ്റെ ആ പാരബിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാവുന്നതുപോലെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ അതിനെ മാറി മാറി എടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിലും സെയിം കാര്യം ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ കാര്യം. അതായത് ഈ ധനികനായ യുവാവ് വന്ന യേശുവിൻ്റെ അടുത്ത് ഇടപെടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഗം വിവരിക്കാനായിട്ട് രണ്ട് സുവിശേഷകർ ഒരേ ഭാഗം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കുറേ കൂടെ ഓരോ ഡീറ്റെയിൽസ്, ചില മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം കൂടെ ചേർത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിനെ യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്,
ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗ്ഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. നമുക്കറിയാവുന്ന ഭാഗമാണ്. പക്ഷേ ഇവിടെ പറയുന്ന ആദ്യത്തെ ആ ഭാഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ യുവാവ് എത്ര വിനയമുള്ള വ്യക്തിയാണ്. അവൻ വഴിയിൽ വെച്ചാണ് യേശുവിനെ കാണുന്നത്, വീട്ടിൽ വെച്ചല്ല. നിങ്ങൾ ആലോചിക്കണം. വഴിയിൽ വെച്ച് അവൻ യേശുവിനെ കണ്ടപ്പോൾ, അതായത് അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുത്തൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അവൻ വഴിയിൽ മുട്ടുകുത്തുകയാണ്. എത്ര വിനയമുള്ളതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ എത്ര ഭക്തിയോടുകൂടി അവൻ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. എന്ന് തന്നെയല്ല, അവൻ യേശുവിനെ വിളിക്കുന്നത് നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വളരെ ഭക്തിയുള്ള, അല്ലെങ്കിൽ അവൻ്റെ ആ വാക്കുകൾ എത്ര ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അത് കള്ളത്തരം പറയുന്നൊന്നുമല്ല, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കളിയാക്കാൻ പറയുന്നൊന്നുമല്ല. അവനെന്താണ് ഹൃദയത്തിൻ്റെ ആഴത്ത് നിന്ന് യേശുവിനെ കണ്ടപ്പെടുത്തിയ പോലെയാണ്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇക്കാലത്ത് ഇത്രയും വിനയമുള്ള ഒരു പയ്യനെ, ശരിക്കും പയ്യൻ നിങ്ങൾ വിളിക്കുന്നതാണ് നല്ലത്, വലിയ പ്രായമൊന്നും കാണാൻ ചാൻസ് ഇല്ല, ഒരു യുവാവ്, ഇത്രയും ധനികനായ ഒരു യുവാവ്, ഇത്രയും ദരിദ്രനായ യേശുവിന് മുമ്പിൽ, യേശു വാസം പറഞ്ഞ ആരാണ്? യേശു ജനങ്ങളുടെ മുമ്പിൽ ഹി വാസ് എ പൂർ മാൻ, ഒരു ദരിദ്രനായ മനുഷ്യൻ, കിടക്കാൻ വീടില്ലാത്ത, അധ്വാനിച്ച് ജീവിതം കഴിച്ച, അപ്പൻ മരിച്ചത് കൊണ്ടായിരിക്കാം കുടുംബത്തെ പുലർത്താനായിട്ട് വളരെയേറെ അധ്വാനിച്ച് ജീവിച്ചതായ, സ്വന്തമായിട്ട് യാതൊന്നുമില്ലാത്ത, വീടുകൾ പോലും സ്വന്തമായ വീടോ ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ഒരു വ്യക്തി. അവൻ്റെ കൂടെ കൂടിയിരിക്കുന്ന ആളുകളും എല്ലാം അതേപോലെ തന്നെ ദരിദ്രരായ വ്യക്തികൾ. അങ്ങനെയുള്ള യേശുവിന് മുമ്പിൽ വളരെ ധനികനായ യുവാവ് വന്ന് മുട്ടുകുത്തി വളരെ വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെ, സൗമ്യതയോടുകൂടെ, ആ സൗമ്യമായവൻ്റെ വാക്കുകൾ, അതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു പയ്യനെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ഇടയിലും താഴ്മയുള്ളവരുണ്ട്, എന്നാൽ നല്ല മനുഷ്യരുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നിത്യജീവൻ അവകാശമല്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ താഴ്മയുള്ളത് കൊണ്ടോ സൗമ്യത ഉള്ളത് കൊണ്ടോ വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ചത് കൊണ്ടോ ഒക്കെ അവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇവൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിൽ താഴ്മയുള്ളവരും ഈ താഴ്മയുള്ള ഈ പയ്യനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നാന്ന് ഞാൻ കാണുന്നത്, നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്ത, താഴ്മയുള്ള ഒരാളാണെങ്കിൽ അവൻ മിക്കവാറും നിത്യജീവൻ ഉണ്ടായിരിക്കും എന്നായിരിക്കും എൻ്റെ ചിന്ത. എനിക്കൊക്കെ നിത്യജീവൻ ഇല്ല, ഇവൻ ആർക്കാണ് ഉണ്ടാകാൻ പോകുന്നതായിരിക്കും എൻ്റെ ചിന്ത. പക്ഷേ ഇവൻ അതല്ല. ഇവൻ വളരെ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സംഹൗ എന്ത് വേണം? നിത്യജീവനെ പ്രാപിക്കണം. അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്, വലിയൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ പല ആളുകൾക്കും നമ്മൾ ചെന്ന് സംസാരിച്ചാൽ പോലും നിത്യജീവൻ എന്ന് അവർക്കൊരു വിഷയമല്ലാതിരിക്കുമ്പോൾ, ഈ ധനികനായ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന് നിത്യജീവൻ പ്രാപിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൻ ബഹുമാനത്തോടുകൂടെ, യേശുവിനെ ബഹുമാനിക്കുന്ന അനേകം ആളുകളുണ്ട്. യേശുവിനെ ബഹുമാനിക്കുന്ന ആളുകളാണ് സെക്യുലർ ഫീൽഡിലുള്ളവർ പോലും, അല്ലേ? സെക്യുലർ ഫീൽഡിലുള്ളവർ പോലും യേശുവിനെ നിന്ദിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. യേശുവിനെ അംഗീകരിക്കുന്ന ഒരു നല്ല ഗുരു എന്ന നിലയിൽ അംഗീകരിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ. പക്ഷേ നല്ല ഗുരു എന്നൊക്കെ പറയുന്നത് കൊണ്ടോ, അങ്ങനെ വിളിക്കുന്നത് കൊണ്ടോ, അങ്ങനെ പ്രശംസിച്ചത് കൊണ്ടോ, യേശുവിനെ പ്രശംസിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യേശുവിനെ പ്രശംസിച്ചത് കൊണ്ട് ഒരാൾക്ക് നിത്യജീവൻ കിട്ടത്തൊന്നുമില്ല. യേശുവിനെ നല്ല ഗുരുവായി കണക്കാക്കിയത് കൊണ്ട് ഒരാൾക്ക് നിത്യജീവൻ ലഭിക്കത്തില്ല. യേശുവിൻ്റെ അടുത്ത് വല്ലപ്പോഴൊക്കെ വരുന്നത് കൊണ്ട് ഒരാൾക്ക് നിത്യജീവൻ കിട്ടണമെന്നില്ല. യേശുവിന് മുമ്പിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിത്യജീവൻ കിട്ടണമെന്നില്ല. ഇവൻ വളരെ പ്രശംസയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നു. യേശുവിനെ മാത്രമല്ല, യേശുവിനെ പ്രസംഗിക്കുന്നവരെയും പ്രശംസിക്കുന്ന ഒത്തിരി പേരുണ്ട്. നല്ലൊരു പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ യേശുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞല്ലോ, നല്ല ഗുരു എന്ന് പറയുന്നത് പോലെ നല്ലൊരു പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറയും, വന്നിട്ട് എന്തോ വളരെ പ്രശംസിച്ച് പറയും, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. ആ പ്രശംസയൊന്നും കേട്ട് വീണ് പോകരുത്. ആളുകൾ വരും, വന്ന് പറയും, നല്ല പ്രസംഗമായിരുന്നു പറയും. അങ്ങനെ യേശുവിനെ പ്രസംഗത്തിൻ്റെ ചാതുര്യം പറഞ്ഞോ അല്ലെങ്കിൽ നല്ല ഗുരുവാണെന്ന് പറഞ്ഞോ ഒന്നും വീഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പ്രശംസയിൽ വീണു പോകുന്ന ഒരാളല്ലായിരുന്നു യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും പ്രസംഗത്തെയും പ്രസംഗകരെയും ഒക്കെ പ്രശംസിക്കുന്നതെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് അനുസരിക്കാൻ മനസ്സിലാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രശംസിച്ച് ഞങ്ങൾ വിട്ടേക്കാമെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശംസ എന്താണ്? പ്രസംഗം അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശംസ. അല്ലാതെ പ്രസംഗകനെ വന്ന് നല്ല പ്രസംഗകനോട് വന്ന് നല്ല പ്രസംഗമായിരുന്നു പറയുന്നതല്ല ശരിയായിട്ടുള്ള പ്രശംസ. ഇഫ് യു അപ്രീഷിയേറ്റ് എ പ്രീച്ചർ ഓർ എ പ്രീച്ചിങ്, ഒരു കാര്യം ചെയ്യണം, എന്താണ്? പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അനുസരണമാണ് നമുക്ക്
ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം. അനുസരിക്കാൻ മനസ്സില്ലാത്ത വ്യക്തികളോട് യേശു കർത്താവ് അവനെ പ്രശംസിച്ചപ്പോൾ ഒരിക്കലും അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്ന നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം. രാത്രിയിൽ വന്ന് അവൻ്റെ അടുക്കൽ വന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്തോരം വലിയ പ്രശംസയാണ് അല്ലേ? നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്ന ആളല്ലെങ്കിൽ നിനക്കൊരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. ഇത് ഇന്ന് നമ്മളോടൊക്കെ പറയുകയാണെങ്കിൽ പറയും, ഓ ബ്രദറിനത് മനസ്സിലായല്ലേ, ഓ എൻ്റെ ബ്രദറെ ഈ പറഞ്ഞ കാര്യം പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വന്ന ആളാണെന്നൊന്നും ഇത് പറയുന്ന പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല, ബ്രദറിനെങ്കിലും മനസ്സിലായില്ല, വളരെ സന്തോഷം, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ യേശു നിക്കോദിമോസിൻ്റെ അടുത്ത് പറഞ്ഞാണെന്നറിയാമോ? യേശുവിനെ പ്രശംസിച്ച് പറഞ്ഞു, നിക്കോദിമോസേ പരിപാടിയൊക്കെ നിർത്ത്, ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ഇങ്ങനെ പ്രശംസിച്ചിട്ടൊന്നും കാര്യമില്ല, നീ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെ പറയുന്നത് ഡയറക്റ്റായിട്ട് പറഞ്ഞേക്കുകയാണ്. ഈ വലിയ പ്രശംസ പറഞ്ഞപ്പോൾ കർത്താവ് യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ പ്രശംസിച്ച് വരുന്ന ആളോട് കർത്താവ് സോഫ്റ്റായിട്ട് പോലും അല്ല പറയുന്നത്, വളരെ ഹാർഡായിട്ട് പറയാണ്, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. എന്താണ്? നീ സ്വർഗത്തിൽ പോകത്തില്ല. കാര്യം വീണ്ടും പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നീ എന്നെ പ്രശംസിച്ചത് കൊണ്ടോ, ഞാൻ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നെന്നോ, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല. അൺലെസ് യു ആർ ബോൺ എ ന്യൂ, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ, അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയത്തില്ല. സ്ട്രോങ് ആയിട്ട് പറയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശംസയോടുകൂടെ വരുന്ന ആളുകളുടെ പ്രശംസ കേട്ട് കഴിഞ്ഞിട്ട് സന്ദേശത്തിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. അതൊരു വലിയ പാളിച്ചയാണ്. അത് സംഭവിക്കാനായിട്ട് പാടില്ല. പ്രശംസ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല, ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ഫ്ലാറ്ററി ഉണ്ടാകരുത്. മുഖസ്തുതി വേറെ, അപ്രീസിയേഷൻ വേറെ. പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എന്തിനു വേണ്ടി ആയിരിക്കണം? അനുസരിക്കാനുള്ള മനസ്സോടെ ആയിരിക്കണം. അനുസരിക്കാൻ മനസ്സില്ലാത്തവൻ പ്രശംസിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഈ ധനികനായ യുവാവ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ അവൻ വന്ന് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് വളരെ താഴ്മയോട് ചോദിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എന്നെ എന്താ വിളിച്ചത്? നല്ല ഗുരു. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, അതിനെ യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ലല്ലോ. പല സമയത്തും ഈ വാക്യം വെച്ചിട്ട് ആളുകൾ യേശു താൻ നല്ലവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാം. യേശു ദൈവമല്ലെന്ന് പറഞ്ഞെന്ന് പറയാനുള്ള ഒരു വാക്യമായിട്ട് പല സമയത്തും ഈ വാക്യത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ എന്നാ നല്ലവൻ എന്ന് വിളിക്കാൻ കാര്യം? ദൈവമല്ലാതെ വേറെ ആരും നല്ലവനില്ല. അപ്പം ഞാൻ ആരല്ല എന്നാണ് യേശു പറഞ്ഞത്? ഞാൻ നല്ലവനല്ല എന്ന് തന്നെയല്ല, ഞാൻ ദൈവമല്ലെന്ന് പറഞ്ഞല്ലോ. ദൈവമല്ലാതെ വേറെ ആരും നല്ലവൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ശരിക്കും ഈ വാക്യത്തിൻ്റെ അർത്ഥം അതല്ല. ഈ വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ നല്ലവനെന്ന് വിളിക്കാൻ കാരണം എന്താണ്? നിനക്കറിയാമല്ലോ നല്ലവൻ ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് യേശു പറയുന്നത്, ഐ ആം ഗുഡ് ആൻഡ് ഐ ആം ഗോഡ്. ഞാൻ നല്ലവനാണ്, ഞാൻ ദൈവവുമാണ്. പക്ഷേ നീ ഇത് അറിഞ്ഞിട്ടാണോ പറയുന്നത്, അതോ നിന്റെ ഒരു ചുമ്മാ എന്നെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? നമ്മൾ പല സമയത്തും ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയായിട്ട് മീൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനമായ ചോദ്യം. അല്ലാതെ പറയുന്ന ദൈവത്തിന് കർത്താവിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കാര്യം പ്രിട്ടൻഷനാണ്. എന്നാണ് മനസ്സിലില്ലാത്ത കാര്യം പറയുന്നതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതായ കാര്യം. മനസ്സോടുകൂടെ പറയുന്ന, ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ കർത്താവിനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പായിട്ട് പീലാത്തോസിന്റെ അടുത്ത് യേശുവിനെ കൊണ്ട് നിർത്തുന്നതായ സന്ദർഭത്തിൽ പീലാത്തോസ് അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, നീ ഇത് സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. നോക്ക്, കർത്താവ് പീലാത്തോസ് പറയാണ്, നീ എന്താ പറഞ്ഞത്? എന്നെക്കുറിച്ച് നീ എന്താ പറയുന്നത്? നീ യഹൂദന്മാരുടെ രാജാവെന്ന് നീ ചോദിച്ചത് നിനക്ക് സംശയം ഉണ്ടായിട്ട് ചോദിക്കുകയാണോ, അതോ മറ്റുള്ളവരെല്ലാം കൂടെ വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് കേട്ടിട്ട് അവരുടെ സംശയം തീർക്കാൻ ചോദിക്കുകയാണോ? പലപ്പോഴും ആളുകളുടെ പ്രത്യേകത എന്നറിയാമോ? പലപ്പോഴും ആളുകൾ സംശയം ചോദിക്കുന്നത് അവരുടെ ഹൃദയത്തിലെ സംശയമല്ല, പിന്നെ നാട്ടുകാരുടെ സംശയം തീർക്കാനാണ്
അത് ചോദിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നല്ലാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് യേശു കർത്താവ് തയ്യാറാവുന്നില്ല. ഇവിടെ യേശു ഈ യുവാവിനോട് പറയുന്നത്, നീ എന്നെ നല്ല ഗുരു എന്ന് വിളിക്കുകയാണെങ്കിൽ അത് നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിന്റെ തിരിച്ചറിവിൽ നിന്നായിരിക്കണം. അല്ലാതെ വെറുതെ എന്നെ കയറി നല്ല ഗുരു, ദൈവം, നീ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ യുവാവിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും യേശുവിനെ വിളിക്കുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന വാക്കുകളും പ്രത്യേകിച്ച് പാടുമ്പോൾ പറയുന്ന വാക്കുകളും ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുമല്ല. ഇതൊരു വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ഈ കോമൺ പാസേജസ് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകും. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതായ കുറേ വാക്കുകളുണ്ട്, അതിങ്ങനെ പറഞ്ഞു പോകും. പാട്ടുകളുടെ കാര്യം പറയുകയും വേണ്ട. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു പ്രയറിൻ്റെ സമയത്ത് പെട്ടെന്ന് അവരൊരു പാട്ട് പാടി കൈയടിച്ച്, ചെറിയൊരു പ്രാർത്ഥനയാണ്, ഭയങ്കര ആരാധനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇപ്പം നമ്മൾ പാടിയ പാട്ടിനകത്തെ അർത്ഥം എന്താ? ഏത് പാട്ടാണ് പാടിയെന്ന് അവർ മറന്നുപോയി. പാട്ട് പാടി നിർത്തിയതേ ഉള്ളൂ, നിർത്തിയില്ല. ശരിക്കും പാട്ട് പാടി ആത്മാവിൽ ആരാധിച്ച്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആത്മാവിൽ ആരാധിച്ച് നിർത്തിയ സമയത്ത് ഞാൻ പെട്ടെന്ന് അടുത്തതായിട്ട് ഞാൻ പ്രസംഗിക്കാനാണ് തുടങ്ങുന്നതെന്ന് അവർ ചിന്തിച്ചത്. പക്ഷേ ഞാൻ ഒറ്റയടിക്ക് ചോദിച്ചു, ഇപ്പം നമ്മൾ പാടിയ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ഏത് പാട്ടാണ് പാടിയെന്നപ്പോൾ അവർ ആലോചിക്കുക. പിന്നെ പുസ്തകം മറിച്ച് നോക്കുക, ഏത് പാട്ടാണ് പാടിയെന്ന്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാട്ടുകൾ. എന്താണ്? ഇതൊക്കെ നാക്കയിലൂടെ വരുന്നതല്ലാതെ ഇതൊന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നൊന്നുമല്ല. A.W. ടോസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾ കള്ളം പറയുകയല്ല, അവരതിനേക്കാൾ കൂടുതൽ കള്ളം പാടുന്നുണ്ടെന്ന്. കാര്യം, സഭായോഗത്തിന് വന്ന് പാടുന്ന പാട്ട് മുഴുവൻ വെറുതെ കള്ളമല്ലേ പറയുന്നത്, അല്ലാതെ എന്തോ സത്യം വല്ലതുമാണ് പറയുന്നത്. നമ്മൾ വന്ന് പാടുന്ന മിക്ക പാട്ടുകളും നമ്മളുടെ ഹൃദയത്തിൽ തട്ടിയൊന്നും പറയുന്നൊന്നുമല്ല. എഴുത്തുകാർക്ക്, ഇന്നിപ്പോൾ എഴുത്തുകാർക്കും ആ ബോധ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. പണ്ട് കാലത്ത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള എന്താണ്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ചൂടേറിയ അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കർത്താവിനോടുള്ള അവരുടെ സ്നേഹത്തിൽ നിന്ന്, ക്രൂശിനെ കണ്ടുകൊണ്ട് ആ ദർശനത്തിൽ, നിത്യതയുടെ ദർശനത്തിലൊക്കെ എഴുതിയ പാട്ടുകൾ നമ്മൾ ചുമ്മാ വെറുതെ വന്നിരുന്ന് പാടുകയാണ്. അത് ഭയങ്കര ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് യാതൊരു രീതിയിൽ സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. എന്താണ് അധരസ്തുതി എന്ന് പറയുന്നത്? അധരസ്തുതി. നമ്മുടെ ഒരു ചിന്തയുണ്ട്, എന്താ, ഒരു സ്വോത്രം അർപ്പിച്ചാൽ അത് കാളയെ അർപ്പിക്കുന്നതിന് തുല്യം, അതുകൊണ്ട് സ്വോത്രം 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 എന്ന് പറ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് ചിന്തിച്ചാൽ മതി. കാരണം സ്തോത്രം എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലെ നന്ദിയിൽ നിന്ന് ഉയർന്നു വരുന്ന വാക്കായിരിക്കണം. അല്ലാതൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന അസാമാന്യമായ ഒരു നിന്ദയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരാത്ത ഒരു വാക്കും പ്രയോഗിക്കാനായിട്ട് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് ഈ യുവാവിനോട് പറയാണ്, നീ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. എന്ത്? നല്ല ഗുരു. യെസ്, ഞാൻ നല്ല ഗുരുവാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ ദൈവമാണ്. പക്ഷേ അത് നീ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞിട്ടാണോ പറഞ്ഞത്, അതോ ചുമ്മാ ഒരു ഓളത്തിന് പറഞ്ഞതാണോ? അങ്ങനെ ഓളത്തിനാരും കർത്താവിനെ സുഖിപ്പിക്കാനായിട്ടൊന്നും സ്തുതിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ കർത്താവിന് ഒന്നും സംഭവിക്കാനില്ല. ചില പാസ്റ്റർമാരൊക്കെ വന്ന് പറയുമായിരിക്കും, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവർ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണോ, ഇല്ലെങ്കിൽ അവൻ താഴെ വീഴുമെന്ന്. അങ്ങനെ താഴെ വീഴുമെന്ന് പേടിച്ചൊന്നും ആരും സ്തുതിക്കണ്ട. അതൊന്നും ദൈവത്തിന് പ്രശ്നമൊന്നുമല്ല. നിങ്ങളുടെ സ്തുതി ഇല്ലെങ്കിലും ദൈവത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സ്തുതിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൂടുവോ, നിങ്ങൾ സ്തുതിച്ചില്ലെന്ന് വെച്ച് ദൈവത്തിൻ്റെ മഹത്വം കുറയോ ഇല്ല. കാരണം അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങളില്ലാത്തവനാണ്. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയാണ്. അല്ലാതെ നിങ്ങളുടെ സ്തുതിയുമായി ബന്ധപ്പെട്ടല്ല അവൻ്റെ അസ്തിത്വം ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തുതിയുടെ കാര്യം മാത്രമല്ല, കർത്താവ് എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, കർത്താവേ. എത്ര പ്രാവശ്യം വിളിക്കും കർത്താവെന്ന്? വല്ലതും അറിഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഹൂ ഈസ് ലോർഡ്? കർത്തൃത്വം നടത്തുന്ന വ്യക്തിയാണ് ആര്? കർത്താവ്. യേശുവിനെ രാജാവാക്കുവാൻ അനുവദിക്കാതെ ഒരാളും യേശുവിനെ കർത്താവെ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വിളിച്ചവൻ നേരെ നരകത്തിലോട്ട് പോകുന്നതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്നത്. ആ നാളുകളിൽ പലരും വന്ന് എന്നോട് കർത്താവേ കർത്താവേ, വെറുതെ കർത്താവെന്നല്ല, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. അവിടെയൊക്കെ പറയുന്ന വാക്കുകൾ അവര് എന്താണ്? അധരസ്തുതിയാണ്. ഹൃദയം അകന്നിരിക്കുമ്പോഴും അധരം കൊണ്ട് സ്തുതിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കർത്താവ് ഈ വ്യക്തി, ഈ യുവാവിനോട് പറയാണ്, ഐ ആം ഗുഡ്, ഐ ആം ഗാഡ്. ഞാൻ നല്ലവനാണ്, ഞാൻ ദൈവമാണ്. പക്ഷേ എന്നോട് നീ നല്ലവനായ ദൈവമേ എന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ നന്മയും എൻ്റെ ദൈവികത്വവും മനസ്സിലാക്കിയിട്ട് മാത്രമേ നീ എന്നെ വിളിക്കാവൂ. വെറുതെ നാക്കിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ വിളിച്ചു പറയുന്നത് നിർത്തണം. അത് നിർത്തിയിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മാത്രം സംസാരിക്കാൻ പഠിക്കണം. നമ്മൾ നാട്ടുകാരോട് മുഴുവൻ കള്ളത്തരം പറഞ്ഞു, ഇപ്പോൾ ദൈവത്തോടും കള്ളത്തരം പറയാൻ പഠിച്ചിരിക്കുകയാണ്. ആരെ കണ്ടാലും നമ്മൾ വേറൊരു മുഖം മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ
എന്താണ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ ഇനി എന്തുവാ നമ്മളുടെ ചിന്തകൾ റീഡ് ചെയ്യാനായിട്ട് നെറ്റിക്കൊരു എന്താ ഒരു ഡിസ്പ്ലേ മെഷീനൂടെ വല്ലതും കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മൾ പറയുന്നതും നമ്മളുടെ ഹൃദയത്തിൻ്റെ ചിന്തയും തമ്മിലുള്ള ആ ഡിസ്പ്ലേ മെഷീനോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേന്? നിങ്ങൾ പറഞ്ഞാലും ടെക്നോളജി ലോകത്ത് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും നിങ്ങളുടെ ചിന്തകളെ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ മെഷീൻ സ്വർഗ്ഗത്തിൽ കർത്താവ് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രം സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇവൻ വന്ന് ചോദിക്കുന്ന ചോദ്യം, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറയുന്നു, അതിനെ യേശു എന്നെ നല്ലവനെന്ന് പറയുന്നുണ്ട്. ദൈവം ഒരുവനല്ലാതെ വേറെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് അതിൻ്റെ അവിടെ കർത്താവ് അവനോട് പറയുന്ന ഇതേപോലെ തന്നെ അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. കൽപ്പനകൾ എന്താണെന്നാണ് പിന്നീട് വിശദമാക്കുന്നത്. അതുതന്നെയാണ് മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നിത്യജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. ഇതൊരു പക്ഷേ നമുക്ക് ഒരു പുതിയ നിയമത്തിൻ്റെ ഒരു ചിന്തയുമായിട്ട് പെട്ടെന്ന് യോജിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് കൽപ്പനകളെ അനുസരിക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്തോ ഉണ്ട്, കൽപ്പന എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്ത കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് എന്താണ് അത് പ്രയോജനമില്ലാത്ത കാര്യമാണെന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു വ്യക്തിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കാനുള്ള മാർഗ്ഗം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവം എന്തിനാണ് കൽപ്പനകളെ കൊടുത്തത്? ദൈവം കൽപ്പനകളെ കൊടുത്തത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നിലവാരം എന്താണ്, നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതാണ്. ദൈവത്തിൻ്റെ നിലവാരത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസ് പറയുന്നൊരു വാചകമുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. എവ്രി വൺ ഹാസ് ഫോളൻ ഷോർട്ട് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിൻ്റെ തേജസ്സിന് താഴെയായി പോയി എല്ലാ മനുഷ്യരും എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ പാപം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പാപം? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അവൻ്റെ തേജസ് അല്ലെങ്കിൽ അവൻ്റെ മഹത്വം നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അതാണ് കർത്താവിൻ്റെ കൽപ്പനകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ താഴെ നിൽക്കുന്നതെല്ലാം പാപമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് താഴെ നിൽക്കുന്നതെല്ലാം എന്താണ്? ഇറ്റ് ഇസ് സിൻ. അപ്പോൾ നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ചെല്ലണം. കാര്യം ദൈവം അവനെ അറിയുന്നതാണ് നിത്യജീവൻ. അതല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആർ ഇൻ പാർ വിത്ത് ദൈവവുമായിട്ടുള്ള അവൻ്റെ സ്റ്റാൻഡേർഡിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദൈവത്തോട് കൈ കൊടുക്കാൻ കഴിയുന്ന ദൈവത്തോട് ആക്സസ് ഉണ്ടാവുകയാണ്. ആ ദൈവത്തോട് ആക്സസ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ കയറി നിന്നെങ്കിലേ പറ്റുള്ളൂ, ഇല്ലേ? നമുക്ക് ഒത്തിരി ഹൈറ്റുള്ള ആളുകളൊക്കെ, എനിക്ക് ടെൻസാനിയയിലൊരു ഫ്രണ്ടുണ്ട്, ക്യാപ്റ്റൻ സിയാം എന്ന് പറഞ്ഞൊരു പഴയ ഒരു ക്യാപ്റ്റനാണ്. 6 അടി 9 ഇഞ്ച് ഹൈറ്റ്. ഇങ്ങനെ നോക്കണം. പക്ഷെ എന്നാലും എനിക്ക് എത്തിക്കുത്തിയാണെങ്കിലും കൈ കൊടുക്കാൻ പറ്റും, ഇല്ലേ? പക്ഷെ ദൈവമായിട്ട് കൈ കൊടുക്കണമെങ്കിൽ 6 അടി 9 ഇഞ്ചൊന്നും അല്ല കർത്താവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചല്ല നമ്മൾ അളക്കാൻ പറ്റുന്നത്. അവൻ്റെ മോറൽ സ്റ്റാൻഡേർഡാണ്, അവൻ്റെ ധാർമ്മികത എന്താണ്. ആ ധാർമ്മികത വെച്ച് വേണം നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്. അതിനാണ് കർത്താവ് നമുക്ക് പഴയ നിയമത്തിൽ കൽപ്പനകളെ തന്നിരിക്കുന്നത്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും എന്ന് ചോദിച്ചിട്ട് ആര് കയറുമെന്ന് പറയുന്ന അത് പണം കൊടുക്കുന്നവരെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമല്ല പറയുന്നത്, ധാർമ്മികതയാണ് പറയുന്നത്. നിഷ്കളങ്കനായി നടന്ന് നേർ പ്രവർത്തിക്കുകയും. നോക്കുക, ആ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കാര്യം അതൊരു പർവ്വതം തന്നെയാണ്, അതൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ ഉയരം മനസ്സിലാക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന അളവുകോലാണ് വാസ്തവത്തിൽ എന്ത്? പഴയ നിയമത്തിൽ നമുക്ക് ലഭിച്ചതായ ന്യായപ്രമാണം. അതനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിൽ പോകുന്നത് തന്നെ എൻ്റെ വിശ്വാസം. പഴയ നിയമത്തിൽ അങ്ങനെ അതനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുകയായിരുന്നെങ്കിൽ അയാൾ അവിടെ ചെന്നേനെ, സ്വർഗത്തിൽ ചെന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാ? മനുഷ്യൻ്റെ മാനുഷിക നിലയിൽ അവന് ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവൻ്റെ ന്യായപ്രമാണം പരിപൂർണമായി അനുസരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കൽപ്പനകൾ അനുസരിച്ചാൽ തീർച്ചയായും സ്വർഗത്തിൽ എത്തിച്ചേരും. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണം പ്രവർത്തിക്കുന്നവൻ ന്യായപ്രമാണത്താൽ ജീവിക്കും. പുതിയ നിയമത്തിൻ്റെ കൽപ്പന അതല്ല. നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് ന്യൂ ടെസ്റ്റമെൻറ്റും ഓൾഡ് ടെസ്റ്റമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ അത് ചെയ്യുന്നവൻ ചെയ്യുന്നത് കൊണ്ട് പ്രവൃത്തി കൊണ്ട് ജീവിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ്?
എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമേ അല്ല അവിടെ. അതെനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സമയമില്ല, നമ്മളുടെ സമയം വളരെ പരിമിതമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇത് ഹബക്കുക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഉദ്ധരിച്ചിരിക്കുകയാണ് പോൾ അവിടെ നടത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലും ഇതേ വാക്യം തന്നെ ഹബക്കുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ ഓർക്കാറുള്ള കാര്യമുണ്ട്. പഴയ നിയമകാലത്ത് പുതിയ നിയമ വിശ്വാസത്തിൽ ജീവിച്ച വിശുദ്ധന്മാർ ധാരാളമുണ്ട്. പ്രശ്നം, പുതിയ നിയമകാലത്ത് പഴയ നിയമ ചിന്താഗതിയിൽ ജീവിക്കുന്ന പല വിശുദ്ധന്മാരും പുതിയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമ കാലഘട്ടത്തിലുമുണ്ട്. പക്ഷേ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് പ്രവൃത്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിക്കാനായിട്ട് അവനിലുള്ള വിശ്വാസത്താൽ, അവനിലുള്ള ആശ്രയത്താൽ അത് ചെയ്യാൻ വേണ്ടിയാണ്. ഈ യുവാവിനോട് കർത്താവ് കാൽവറി ക്രൂസിൽ മരിച്ചതിന് ശേഷമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ലായിരിക്കാം. ഒരു പക്ഷേ ഇവിടെ കർത്താവ് പറയുന്ന കാര്യം എന്താണ്? നീ കൽപ്പനകളെ, നീ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അത് തന്നെയാണ്, എന്ത്? നീ ജീവനിൽ കടക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. അവൻ പറയുന്നത്, ഇനി നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് അവൻ പറയുന്നത് അറിയാമോ? 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, കർത്താവെ ഞാനത് ചെറുപ്പം മുതലേ അനുസരിച്ച് വരുന്നുണ്ടെന്നാണ്. ഇപ്പൊ തുടങ്ങിയതല്ല, എപ്പോൾ തന്നെ ചെറുപ്പം മുതലേ അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇതുപോലെ വിനയമുള്ള ഒരു യുവാവിനെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ ഇതുപോലെ ചങ്കൂറ്റത്തോടെ, തൻ്റെ അടുത്തോടെ പറയാൻ കഴിയുന്ന ഒരു യുവാവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഏതെങ്കിലും ഒരു പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളത്തരം പറയല്ലെങ്കിൽ, കള്ളം പറയാൻ ആർക്കാ മടിയില്ലാതെ, പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് പിള്ളേർക്കോ വലിയോർക്കോ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കാണ് പറയാൻ കഴിയുന്നത്? ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകളെല്ലാം അനുസരിച്ച്. നമ്മൾ മാക്സിമം പറയുന്നത് ഞാനൊരു മര്യാദ പാപിയായി ജീവിക്കുകയാണ്. ഇത് നമ്മളെ മാക്സിമം അങ്ങേ അറ്റത്തെ കാര്യം. എന്നാലും അതിനകത്ത് നമ്മൾ എന്തുകൂടെ ഉണ്ട്? അതെനിക്കിഷ്ടമില്ലാത്തൊരു വാക്ക്, ഈ മര്യാദ പാപി. കാര്യം ഞാൻ ചോദിച്ചിട്ട് പാപിക്ക് എന്നാ മര്യാദയുള്ളേ? പാപിയാണെങ്കിൽ മര്യാദയില്ല, മര്യാദ ഉണ്ടെങ്കിൽ അവൻ എന്തുമല്ല, പാപിയുമല്ല. പോട്ടെ, അതല്ല, നമ്മളെ തന്നെ ന്യായീകരിക്കാൻ മാക്സിമം ഉപയോഗിക്കുന്ന ഒരു വാക്കൊക്കെയാണ്. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ കൊടും പാപികൾ തന്നെയാണെന്ന് സമ്മതിക്കുന്നതാണ് ഏറ്റവും, അതാണല്ലോ വാസ്തവം. സമ്മതിക്കുന്നതെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല, ഉള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ നല്ല കാര്യം. അല്ലാതെ വെറുതെ നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആളുകളുടെ മുമ്പിൽ ഞാനൊരു നല്ല ആളാണെന്ന് കാണിക്കാനായിട്ടുള്ള പരിശ്രമമൊക്കെ. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഇവൻ പറയുന്നത് അങ്ങനെ വെറുതെ ഒന്നുമല്ല. അവൻ പറയുന്നത് എന്താണ്? ഐ ഒബ്സർവ് ഇറ്റ് ഫ്രം മൈ വെരി ഏർലി ചൈൽഡ്ഹുഡ്. ഞാൻ ചെറിയ പ്രായം മുതൽ ഈ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. കർത്താവ് അവിടെ 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. യേശു അവനെ സ്നേഹിച്ചു. മര്യാദക്കാരനായ ഈ യുവാവിനെ യേശു സ്നേഹിച്ചു. നമ്മുടെയൊക്കെ ചിന്ത യേശു പാപികളെ മാത്രമേ സ്നേഹിക്കത്തുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കളർഫുൾ ടെസ്റ്റിമണീസ് എല്ലാം ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ കൽപ്പനകളും തെറ്റിച്ചേച്ചേ കർത്താവിൻ്റെ സന്നിധി വരാവൂ, എന്നാലേ കർത്താവിന് വലിയ സ്നേഹം നമ്മളോട് ഉണ്ടാകത്തുള്ളതാണ്. നമ്മൾ ഈ സാക്ഷ്യം പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പറയുന്നതല്ല എന്താ, ഞാൻ വലിയ കുഴപ്പമില്ലാതെ എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് അടി, വെട്ട്, കുത്ത്, പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. ഇവൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനമാണ് ഈ മദ്യവും മയക്കുമരുന്നും. ഇതൊക്കെ പറഞ്ഞാലേ ഒരു ഗമയുള്ളൂ. അതിനാവെന്ന് പറയുന്നത് എന്ത്? ഞാൻ മദ്യത്തിനും സിഗരറ്റ് വലിച്ച കാര്യമൊക്കെ പറയുന്നത്. ഇവൻ മയക്കുമരുന്ന് കണ്ടിട്ട് പോലും ഇല്ല, സിഗരറ്റ് വലിച്ചാലോ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. എന്തോന്ന് അടിമ? ആൽക്കഹോളിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇവർക്ക് വല്ലതും അറിയാമോ? വെറുതെ പറയുന്നതാണ്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം പിന്നെ അവനെ വിളിക്കും, ഇച്ചിരൂടെ കൂട്ടി പറയാൻ നമ്മൾ അവനൊരു പ്രോത്സാഹനം കൊടുക്കും. അതുകൊണ്ട് എന്താ, അവനില്ലാത്തതുകൂടെ നാളെ പറയും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യത്തെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ശരിക്കും വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയരുതെന്നാണ്. റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്ക് ആയുധങ്ങളായി സമർപ്പിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നവയല്ലയോ? അതായത് കഴിഞ്ഞ കാലത്ത് ദൈവത്തെ അനുസരിക്കാതെ നടന്നപ്പോൾ പിശാചിന് വേണ്ടി ജീവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പം എന്താ ഉണ്ടാകേണ്ടത്? ലജ്ജയാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ ഒരു റോങ് ഹീറോയിസം വളർത്തുകയല്ല ആവശ്യമായിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് പിള്ളേർ എന്താ, ഞാൻ കൊല്ലത്ത് പ്രാവശ്യം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തെ പിള്ളേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നറിയാമോ അച്ഛാ, ഇപ്പോഴേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ വന്ന് സാക്ഷി പറയുന്നത്? ഞങ്ങൾ ഇച്ചിരി ഒന്ന് അടിച്ച് പൊളിച്ച് ഉഴപ്പി നടന്നിട്ട് പിന്നെ വന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെന്തോ സാക്ഷി പറയുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, എന്തിനാ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കയറ്റി സാക്ഷി പറയിക്കുന്നത്? എനിക്കറിയാമോ, ഞാൻ ചോദിക്കുക, എന്ത് കാര്യത്തിന് വേണ്ടി? ദയവായിട്ട് അങ്ങ് നിർത്ത്. കാരണം സാക്ഷ്യം എന്ന് പറയുന്നത് നീ പിശാചിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതല്ല സാക്ഷ്യം. നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതാണ് സാക്ഷ്യം. പിശാചിന് വേണ്ടി ചെയ്ത കാര്യമാണ് ഇന്ന് എല്ലാവരും വിവരിക്കുന്നത്, ഇല്ലേ? നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു?
അതാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് അതായിരുന്നു ഇതായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ വെട്ടിയിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറയുന്നത് എന്താ അർത്ഥം? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. അതിനൊന്നും പ്രത്യേകിച്ചൊന്നും അതിനൊരു മഹിമയുള്ള കാര്യമൊന്നുമല്ല. നിന്റെ ജീവിതത്തെ പിശാചിന് കൊടുത്തതിനെന്തോ ഇത്ര വലിയ മഹത്വം? ഏതെങ്കിലും ഒരു പയ്യൻ ഇതൊന്നും ചെയ്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എടാ, ഈ കാലത്ത് കോളേജിൽ ഞാൻ ഇതുവരെ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടില്ല, ഞാനൊരു ചീത്ത വഴിയിലൂടെ പോകാൻ എനിക്ക് കർത്താവ് ഇടവരുത്തിയിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അവനെയാണ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ള ആളുകളെ അല്ല. അല്ലെങ്കിൽ എന്താണ്, പിശാചിന് വേണ്ടി ജീവിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ജീവിതം കൊണ്ട് എന്നാൽ പിന്നെ കർത്താവ് നീ എടുത്തു എന്ന് പറയുന്നതല്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാസമാണ്, ഞാൻ വിസ്കി എവിടെയോ ബ്രാൻഡ് ഒന്നും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് പോലും അറിയത്തില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ചെയ്യാത്ത സാധനത്ത് ഞാനത് അഭിമാനമായിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലാതെ കള്ളു കുടിച്ച് നടന്നെന്ന് പറയുന്നതിനേക്കാളും എനിക്ക് സന്തോഷം എന്നറിയാമോ, എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. എനിക്ക് ടേസ്റ്റ് അറിയത്തില്ലെന്ന് പറയുന്നത് ഞാൻ ഒരു ഭാഗ്യമായിട്ടാണ് ചിന്തിക്കുന്നത്. അല്ല എന്താ, എൻ്റെ ചെറിയ പ്രായത്തിൽ കർത്താവിനെ അറിയാൻ പറ്റിയത് കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അത് എൻ്റെ ഒരു മഹിമയായിട്ടോ പറയുന്നതല്ല, പക്ഷേ എനിക്കതിനകത്ത് സന്തോഷമുണ്ട്. എനിക്കതിനകത്ത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് വഴക്കുണ്ടാക്കാൻ നടക്കുന്നതിന് പകരം പ്രയർ ഗ്രൂപ്പ് നടത്താനാണ് നടന്നതെന്നുള്ളതിന് എനിക്കൊരു അഭിമാനമുണ്ട്. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും കളർഫുൾ ടെസ്റ്റിമണീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം അതൊരു വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യക്തിയെ കണ്ടപ്പോൾ കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചെന്ന് പറയുന്നു. അല്ലാതെ മോനെ നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തോടാ സാക്ഷി പറയാനുള്ളത് എന്നല്ല ചോദിച്ചത്. അവനെ സ്നേഹിച്ചു. അപ്പോൾ കർത്താവിന് ആരോട് സ്നേഹമുണ്ട്? കർത്താവ് പാപികളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പാപത്തിന് തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാത്ത, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിശാചിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്ത, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എപ്പോഴും കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കള്ളു കുടിച്ച് നടക്കുന്നവനൊന്നും കാണുമ്പോഴൊന്നും അല്ല കർത്താവിന് സ്നേഹം. അവനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. God accept all sinners and God appreciate those who do not give their life for Satan. കർത്താവ് ഏത് പാപിയെയും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് തങ്ങളുടെ ജീവിതം പിശാചിന് വിട്ടുകൊടുക്കാത്ത വ്യക്തികളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് ഏത് പാപിയും അംഗീകരിക്കും, പക്ഷെ കർത്താവ് സ്നേഹിക്കുന്നു. ഈ യുവാവിനെ നോക്കി കർത്താവ് സ്നേഹിക്കുന്നു. സ്നേഹിച്ചിട്ട് പറയുകയാണ്, ഒരു കുറവ് നിനക്ക് ഉണ്ട്. അപ്പം ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമുക്കൊരാളുടെ കുറവ് പറയാനുള്ള അവകാശം എപ്പോഴാണ് ഉണ്ടാകുന്ന അറിയാമോ? വെൻ യു ലവ് ഹിം. സ്നേഹിക്കുന്നവന് മാത്രമേ കുറ്റം പറയാൻ അവകാശമുള്ളൂ. പക്ഷേ നമ്മളുടെ ഇവിടെ എപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞാലും എപ്പോഴാണ്? നമ്മൾ വെറുക്കുമ്പോഴാണ് നമ്മൾ ഒരാളുടെ കുറ്റം പറയുന്നത്. ശരിയല്ലേ? നമ്മളെല്ലാവരും ഒരാളുടെ കുറ്റം പറയുന്നത് എപ്പോഴാണ്? വെൻ വി ഡു നോട്ട് ലവ് ദം. നമ്മൾ സ്നേഹിക്കാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും മറ്റൊരാളുടെ കുറവ് പറയുന്നത്. പക്ഷേ ഇവിടെ യേശു കർത്താവിൻ്റെ മാതൃക അതല്ല. യേശുവിൻ്റെ മാതൃക എന്താണ്? യേശുവിൻ്റെ മാതൃക അവനെ സ്നേഹിച്ചതുകൊണ്ട് അവനോട് പറഞ്ഞു, മോനെ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. ഇതൊന്നും നമ്മളുടെ പത്രക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയായിരുന്നു എത്ര നല്ലതായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ബാക്കിയുള്ള ആളുകൾ, അന്യോന്യം കഥകൾ ഉണ്ടാക്കുന്ന ആളുകൾ നോക്കി നടക്കുകയാണ് അടുത്ത തെറ്റെന്താണ് ഒരാൾ കാണിക്കുന്നെന്നുള്ളത്, ഒരു സഹോദരൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതിപ്പോൾ നമ്മുടെ സഭകളിലെല്ലാം ഉള്ള കാര്യമാണ്. മറ്റൊരാളുടെ കുറവുകൾ കണ്ടുപിടിക്കാനുള്ള വലിയ ഒരു അഭിവാഞ്ചയാണ് നമുക്കുള്ളത്. എന്തുകൊണ്ട്? നോട്ട് ബിക്കോസ് വി ലവ് ദം, ഇറ്റ്സ് ബിക്കോസ് വി ഹേറ്റ് ദം. ദ്വേഷിക്കുന്നവൻ ഒരിക്കലും കുറ്റം പറയാൻ അവകാശമില്ല. യേശു കർത്താവ് ഈ യുവാവിനെ സ്നേഹിച്ചു. അതുകൊണ്ട് യേശു പറയാണ്, യെസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്നെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്, സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്നെന്നെ അനുഗമിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ അത് വരുമ്പോഴത്തേക്ക് 19-ാം അധ്യായത്തിൻ്റെ മാത്യു ചാപ്റ്റർ 19 ഇതേ വാക്യം കർത്താവ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു അവനോട് നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ. അവിടെ ഞാൻ ഈ രണ്ട് ഭാഗങ്ങളും ഒരേപോലെ, നമ്മൾ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിൻഡോ മാത്രമല്ല, നമ്മൾ പല വിൻഡോസ് തുറന്നു വെച്ചിരിക്കുന്നത് പോലെ വേദപുസ്തകത്തിൽ ഒരേ ഭാഗങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പാരലായിട്ടുള്ള പാസേജസ് എല്ലാം എടുത്തു വെച്ചാൽ നമുക്കത് കൂടുതൽ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് പറ്റും. ഇവിടെ കർത്താവ് പറയാണ്, നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ. കർത്താവ് അവനെ സ്നേഹിച്ചു. സ്നേഹിച്ചതുകൊണ്ട് അവനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഇഷ്ടം എന്താണ്, സങ്കല്പം എന്താണ്? അവൻ എങ്ങനെയുള്ളവനായിത്തീരണം? സൽഗുണപൂർണനാകണം എന്നുള്ള ആഗ്രഹം. നമ്മളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവനെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹം, ഇവൻ എങ്ങനെയും
എന്താണ്? സൽഗുണ പൂർണ്ണതയുള്ള ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കണമെന്നാണ്. അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നാണ്. ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ മേക്കർ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നുള്ള പേരെടുക്കാൻ വേണ്ടിയല്ല, പ്രത്യുത നാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ തികഞ്ഞവനാകുവോളം അവൻ്റെ പിന്നാലെ നടക്കുന്ന സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയാണ്, ഇഫ് യു വുഡ് ടു ബി പെർഫെക്റ്റ്, നിനക്ക് നീ പറയുന്നു നീ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടെന്ന്, അനുസരിക്കുന്നില്ല എന്ന് ഒറ്റയടിക്ക് കർത്താവ് അങ്ങ് ബ്രേക്ക് ചെയ്തു. നോ നീ കള്ളം പറയുകയാണെന്നൊന്നും പറയുന്നില്ല. കാരണം അവൻ അങ്ങനെ കള്ളം പറയുകയല്ല. എന്നാൽ കർത്താവ് പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, നീ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്, പക്ഷെ നീ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നില്ല. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കണമെന്നാണ്. എനിക്ക് ആഗ്രഹം നീ ഒരു പൂർണ്ണതയുള്ള ക്രിസ്ത്യാനിയാകണമെന്നാണ്. നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെ കർത്താവ് ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടെന്നുള്ളതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ രണ്ട് തരത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ട് പടികളുണ്ട്. ഒന്ന് പുത്തുരുത്വത്തിലുള്ള, നമ്മുടെ വാക്കുകൾ ഒരു മലയാളത്തിലൊരു വാക്കാണല്ലോ, ഒരു പുത്തുരുത്വത്തിലുള്ള ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇന്ന് പൊതുവേ ഉള്ള ഒരു വലിയൊരു പ്രശ്നം. അതാണ് നമ്മൾ പല സമയത്തും ഉണ്ടാകുന്ന നമ്മുടെ ഒരു ആഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വല്ല വിധേനയും സ്വർഗത്തിൽ പോകണം, വല്ല വിധേനയും. അങ്ങനെ വല്ല വിധേനയും സ്വർഗത്തിൽ പോകാനായിട്ടൊന്നും അല്ല ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഗോഡ് വാണ്ട്സ് us to be a perfect Christian. ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു? ഒരു പൂർണ്ണതയുള്ള ക്രിസ്ത്യാനി ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ വീണ്ടും പ്രസവവേദനപ്പെടുന്ന എൻ്റെ മക്കളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നിങ്ങളിൽ ജനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്, പക്ഷേ ക്രിസ്തുവിൻ്റെ രൂപം നിങ്ങളിൽ പൂർണ്ണമാകുവോളം. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകണം. സോ ഗോഡ് വാണ്ട്സ് us to live like him. നമ്മൾ അവനെ പോലെ ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനാകുന്നത് കൊണ്ട് നിങ്ങളും സൽഗുണപൂർണ്ണർ ആകുവിൻ എന്ന് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യണമെങ്കിൽ അത് പോസിബിൾ ആയതുകൊണ്ടാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഏത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത, ഒരിക്കലും നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചല്ല കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഗോഡ് വാണ്ട്സ് us to be perfect like him എന്ന് കർത്താവാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. പക്ഷേ മാനുഷികമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന പുതുജനനത്തിൽ അവൻ നമുക്ക് നൽകുന്ന ആത്മാവിൻ്റെ ശക്തിയിൽ, ആത്മാവിൽ ജനിക്കുന്നവർക്ക് അവനെ പോലെ ജീവിക്കാൻ കഴിയണം. ശരീരത്തിൻ്റെ നിലയിൽ, അല്ലെങ്കിൽ ആദാമിൽ നിന്ന് ജനിച്ചവന് ആദാമിനെ പോലെ ജീവിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് അവൻ്റെ വിത്ത് അവനിൽ, നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതാണ് അല്ലേ, അവൻ്റെ വിത്ത് അവനിലുണ്ട്. എൻ്റെ കുഞ്ഞ് എന്നെ പോലെ നടക്കും, എൻ്റെ കുഞ്ഞാണെങ്കിൽ നടക്കും. അതുപോലെ കർത്താവ് പറയാണ്, നീ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുത്തുവരുത്വത്തിൽ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും പോകാനല്ല എൻ്റെ ആഗ്രഹം. 35 മാർക്ക് മോഡറേഷനും ഗ്രേസ് മാർക്കും കൂടെ വാങ്ങിച്ച്, 20 മാർക്ക് വാങ്ങിച്ചിട്ട് 15 മാർക്ക് മോഡറേഷനും പിന്നെ ഒരു ഗ്രേസ് മാർക്ക് കൂടെ വാങ്ങിച്ച് നീ പാസ്സാകാനല്ല എൻ്റെ ആഗ്രഹം. ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് നല്ല നിലയിൽ പാസ്സാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലും പാസ് മാർക്ക് വാങ്ങിച്ച് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് വല്ല വിധേനയും ഞെരുങ്ങി കയറുന്നതിനെ കുറിച്ചല്ല. പ്രത്യുത യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിനെ നേടേണ്ടതിന് എന്ന് പോൾ പറയുന്ന പ്രയോഗം നിങ്ങൾ ആലോചിക്കണം. ക്രിസ്തുവിനെ നേടേണ്ടതിന്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇഫ് യു വുഡ് ടു ബി പെർഫെക്റ്റ്. എങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മളുടേത്? നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണ്ടേ? അതോ എന്നും ഇങ്ങനെ ദൈവം എന്നും ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പഠിക്കാൻ കഴിയത്തില്ല? നിങ്ങൾ മനസ്സിലാക്കണം. മിക്കവാറും തെറ്റിയ എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചു കഴിഞ്ഞാലും സ്റ്റുഡൻ്റൊക്കെ ആയിരിക്കും, പക്ഷേ എന്നും മിക്കവാറും ക്ലാസ്സിന് പുറത്താണെങ്കിൽ ഫൈനലി യു ആർ ഗോയിങ് ടു ഫെയിൽ. അങ്ങനെ ഒരു ലൈഫ് അല്ല നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. പ്രിയ മക്കൾ എന്നതുപോലെ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വാക്കുകളെ കേൾക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന. ഞാൻ പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആദ്യ സമയത്ത് കാനമച്ചൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലെ ഒരു വാക്ക്
ഏത് പ്രസംഗമാണെന്നൊക്കെ ഞാൻ മറന്നുപോയി, പക്ഷേ ചില പ്രസംഗത്തിലെ ചില വാക്കുകൾ നമ്മൾ മറക്കത്തില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മേ ബി 35-36 വർഷത്തിന് മുമ്പായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? എനിക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഇതായിരുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് വിശ്വാസി വന്നത്? ഞാൻ വിശ്വാസി വന്നത് എനിക്ക് മാറാരോഗം ഉണ്ടായിരുന്നിട്ട്, മാറാരോഗം വന്നാൽ കർത്താവ് സൗഖ്യമാക്കും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ വിശ്വാസി വന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു മാറാരോഗം സൗഖ്യമായിട്ടൊന്നും അല്ല. ഞാൻ വിശ്വാസി വന്നത് കടം കയറി അങ്ങാകെ നാശം. ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. അത് കടം വാങ്ങിക്കുന്നത് തെറ്റോ ശരിയോ എന്നുള്ള ഡിസ്കഷനൊന്നുമല്ല. ദൈവത്തിൻ്റെ കരണമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു. അതുകൊണ്ട് ഞാൻ കടം വാങ്ങിച്ചാൽ ഓർക്കുന്നില്ല. കടം വാങ്ങിച്ച് കൊടുക്കാൻ വയ്യാതെ വീട്ടാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നതല്ല. മാറാരോഗം വന്നതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നതല്ല. വേറെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വന്നതല്ല. ജോലി ഇല്ലാഞ്ഞിട്ട് വന്നതല്ല. പഠിക്കാൻ കഴിയാഞ്ഞിട്ട് വന്നതല്ല. പൈസ ഇല്ലാഞ്ഞിട്ട് വന്നതല്ല. ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? യേശുവിനെ അറിയാനും യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും ഒരു വിശുദ്ധ ജീവിതം പ്രതീക്ഷിച്ചാണ് ഞാൻ വരുന്നത്. അതാണെങ്കിൽ അതിൻ്റെ എക്സലൻസിൽ തന്നെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം, അല്ലാതെ പൊത്തുരുത്തത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കാശുണ്ടാക്കാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട് ഇല്ലേ? പണം ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്, പ്രശസ്തി ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗമുണ്ട്. ആ മാർഗങ്ങൾ അവലംബിച്ചാൽ മതിയായിരുന്നില്ല. അതിനുവേണ്ടിയാണ് ഇതിനകത്ത് വന്നതെങ്കിൽ എന്തിനാണ് ഞാൻ ഇതിനകത്ത് വന്നത്? എന്തിനാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്? അത് ആ ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ അതിൻ്റെ എക്സലൻസിന് വേണ്ടി ഞാൻ എപ്പോഴും പരിശ്രമിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് വന്നതെങ്കിൽ ഏറ്റവും വിശുദ്ധനായിട്ട് ജീവിക്കാനായിരിക്കണം ഞാൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോഡറേഷൻ വാങ്ങി ജയിക്കാനല്ല, പ്രത്യുത സൽഗുണപൂർണ്ണതയുള്ള പിതാവ്, നിങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ അത് എൻജോയ് ചെയ്ത് തന്നെയാണ്. അതെനിക്കൊരു ബേർഡൻ അല്ല. പല ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നന്നായിട്ടൊക്കെ ജീവിച്ചില്ലെങ്കിൽ ദൈവം അടിച്ചാലോ എന്ന് പേടിച്ചാൽ. ചില ആളുകൾ പറയുമല്ലോ, പ്രവാചകൻ വന്ന് നീ നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ അടിക്കും. അയ്യോ, അടിക്കുമോ? എന്നാൽ പിന്നെ നന്നായിട്ട് അങ്ങ് ജീവിച്ചേക്കാം. ഞാൻ അങ്ങനെ അടി പേടിച്ചൊന്നും അല്ല നന്നായിട്ട് ജീവിക്കുന്നത്. ഞാൻ വിശുദ്ധ ജീവിതം ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളാണ്. അല്ലാതെ വിശുദ്ധമായിട്ട് ജീവിച്ചില്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്നെ നരകത്തിലാണ് തള്ളിയിടുമെന്നുള്ള ആ പേടിയും എനിക്കിപ്പോൾ പോയി. കാര്യം ഞാൻ അതൊന്നും പേടിച്ചൊന്നും അല്ല വിശുദ്ധ ജീവിതം ജീവിക്കുന്നത്. നരകത്തിൽ പോകുന്ന പേടിച്ചൊന്നുമല്ല. ഞാനിപ്പോൾ വിശുദ്ധ ജീവിതം ജീവിക്കുന്നത് എൻ്റെ യേശുവിനെ പോലെ ആകാനുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ലിവ് ലൈക്ക് ജീസസ്. യേശു ജീവിച്ച പോലെ എനിക്ക് ജീവിക്കണം. എനിക്ക് പൈസ വിഷയമല്ല, എനിക്ക് പദവികൾ വിഷയമല്ല, എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിഷയമല്ല. എന്നെ ആരെങ്കിലും അപമാനിക്കുന്നതിനകത്തുൾപ്പെടെ ബാക്കിയുള്ള കാര്യങ്ങൾ വിഷയമെന്ന് പറഞ്ഞാൽ വിഷമമുണ്ടോ സങ്കടമുണ്ടോ എന്നുള്ളതല്ല. വിഷമവും സങ്കടമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും, ഹ്യൂമൻ ബീയിങ്സ്. പക്ഷേ എനിക്ക് അതിനെ എല്ലാം അതിജീവിക്കുന്ന നിലയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ആ എക്സലൻസിന് വേണ്ടിയുള്ള വലിയ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ വിശുദ്ധ ജീവിതം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് എ സെലിബ്രേഷൻ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പൗലോസ് പറയുന്നുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം മാത്രം. ഇത് പെന്തിക്കോസുകാരൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു സന്തോഷമില്ലല്ലോ. ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പോലെ. അതല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്തോ പറയാനാ, നീ ഇങ്ങനൊരു കുറച്ച് നിയമങ്ങളും എല്ലാം ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കൊന്ന് സൂഹിക്കാൻ പറ്റത്തില്ലെന്നുള്ള നിലയിൽ ജീവിക്കുന്ന ആളുകളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താണ് ഞാൻ പറയുന്നത്? അങ്ങനെ ജീവിക്കാതിരിക്കാൻ തലയെ മുണ്ടിട്ടുണ്ട് കള്ളു കുടിക്കാൻ പോകരുത്. കള്ളുഷാപ്പിൽ പോകണമെങ്കിൽ മാന്യമായിട്ട് പോകണം. കള്ളുഷാപ്പിൽ തലയെ മുണ്ടിട്ടുണ്ട് പോകരുത്. കള്ളുഷാപ്പിലെ കാര്യം മാത്രമല്ല, വേറെ എന്തോ കാണിക്കണമെങ്കിലും നിങ്ങൾ ഒന്നുകിൽ വിശുദ്ധിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കളഞ്ഞു വെച്ചങ്ങ് പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ജീവിക്കാമല്ലോ. എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് നടന്ന് ഞെരുങ്ങുന്നേ? ഇടയ്ക്ക് കിടന്ന് ഞെരുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? ഞാൻ എപ്പോഴും സാധാരണ എപ്പോഴും പറയാനുള്ളൊരു വാക്കുണ്ട്. ഈവൻ ഇവിടെയോ ഇന്ത്യക്ക് പുറത്തോ, ഞാൻ ആഫ്രിക്കയിലാണ് കൂടുതൽ സമയം, നിങ്ങൾക്ക് അറിയാമല്ലോ പല സമയത്ത്. ഐ ജസ്റ്റ് സേ വൺ തിങ്, ഈദർ ലിവ് ഓർ ലീവ്. ഒന്നുകിൽ ഇതനുസരിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഇട്ടേച്ച് പോവുക. ഇതിനിടയ്ക്ക് നിൽക്കേണ്ടത്. ഇന്ന് സഭയിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതിനിടയ്ക്ക് നിൽക്കുന്നതാണ്. അതും വയ്യ ഇതും വയ്യ. വിശ്വാസി ആയി പോയില്ലേ, രക്ഷിക്കപ്പെട്ടു പോയില്ലേ ബ്രദറെ? പെട്ടുപോയെന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെ പെട്ടുപോയ ഒരു അവസ്ഥയല്ല ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഐ എൻജോയ് ഇറ്റ്. ഞാനിത് ശരിക്കും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യൻ ലൈഫ്, പക്ഷേ എനിക്ക് യേശു ഒരു യാഥാർത്ഥ്യമാണ്. ആഘോഷപൂർണ്ണമായിട്ട് ആണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്നെന്നെ അനുഗമിക്കുക. അപ്പോൾ വിശുദ്ധ ജീവിതം ആഘോഷമാകണമെങ്കിൽ നിനക്കുള്ളത് എന്ന് പറയുന്നതിനെ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. വിശുദ്ധ ജീവിതം ഒരു ആഘോഷമാകണമെങ്കിൽ നിനക്കുള്ളത് എന്ന് പറഞ്ഞൊന്നും ഉണ്ടാകാൻ പാടില്ല. എനിക്കുള്ളത് എന്ന് ഞാൻ എന്തിനെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? എൻ്റെ ആഘോഷം നഷ്ടപ്പെട്ടു.
സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. അത് ഞാൻ അതിനെക്കുറിച്ചൊരു ഡിസ്കഷനിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അതല്ല ഇന്നത്തെ വിഷയം. വെൻ യു തിങ്ക് യു ഹാവ് സംതിങ്, യു ഫെയിൽ ടു ഹാവ് ദ ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാനൊരിക്കൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും, രണ്ടാമത് നമ്മുടെ കാര്യം അന്വേഷിക്കാം എന്നാണ് പറയുന്നത്. എന്നങ്ങനെ പറഞ്ഞിട്ടില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു. രണ്ടാമതും അവൻ്റെ രാജ്യവും നീതിയേ ഉള്ളൂ. 10-ാമതും 100-ാമതും 1000-ാമതും 10,000-ാമതും എന്ന് മാത്രമേ ഉള്ളൂ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മുമ്പേ എന്നുള്ള വാക്ക് പോലും ഇല്ല. അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി ഒഴിയെ മറ്റൊന്നും അന്വേഷിക്കാത്തവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇത് പറഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു പാസ്റ്റർ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ ബ്രദറെ നമ്മുടെ കാര്യമോ? ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അതെങ്ങനെ ബ്രദറെ നമ്മുടെ കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ഉണ്ടാകാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് പറയാതെ അതെങ്ങനെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു ഉണ്ടാകാൻ പറ്റരുതാത്തത്? ഞാൻ പറഞ്ഞു പാസ്റ്ററെ, കർത്താവ് പഠിപ്പിച്ചത് ഇഫ് എനിവൺ വുഡ് ഫോളോ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്? ആദ്യത്തെ വാക്ക് എന്താണ്? തന്നെത്താൻ ത്യജിച്ച്. എന്നെ തന്നെ ത്യജിച്ചേച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുന്നത്? ഞാനുണ്ടെങ്കിലല്ല എനിക്കുള്ളതുണ്ടാകത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാനുണ്ടെങ്കിലേ എനിക്കുള്ളതുണ്ടാകത്തുള്ളൂ. ഞാൻ തന്നെ ഇല്ലെങ്കിൽ എനിക്കുള്ളത്. നമ്മൾ സാധാരണ പാട്ട് പാടുമ്പോഴെല്ലാം പറയാനുണ്ടോ, ഞാനും എനിക്കുള്ള സർവ്വവും ഞാൻ കർത്താവിന് കൊടുക്കുന്നു. കുഴപ്പമൊന്നുമില്ല, തൽക്കാലം അങ്ങനെ പാടിക്കൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എന്നറിയാമോ, ഞാൻ തന്നെ കർത്താവിൻ്റെയാണ്, പിന്നെ ഇപ്പം എനിക്കുള്ളതെന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ എന്നെ തന്നെ തരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കുള്ളതുകൂടെ തരുന്ന പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ബിക്കോസ് അതതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തനിക്കുള്ളത് എന്തെങ്കിലും ഉണ്ടെന്നൊരാൾ ചിന്തിച്ചാൽ അതിനെ വിട്ടുപിരിയുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളതൊക്കെയും, ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു നിർത്തുകയാണ്, അങ്ങനെ തന്നെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ ഒരുവൻ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ആഘോഷമാക്കണമെങ്കിൽ ഈ യുവാവിനോട് പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. എന്താണ് പറയുന്നത്? ഇഫ് എനിവൺ വുഡ് ഫോളോ മീ ഓർ ഇഫ് യു വുഡ് ടു ബി പെർഫെക്റ്റ്, നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്രയും പ്രശ്നം കാണത്തില്ല. നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് എന്നുള്ളതിനെ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ പൊസഷൻസ് ആണ് ദൈവരാജ്യത്തിന് ഒരു വലിയ പ്രശ്നമാണ്. കാര്യം ദൈവരാജ്യത്തിൻ്റെ വാതിൽ വളരെ ഇടുക്കമുള്ളതാണ്. ഒരാളിന് കഷ്ടിച്ച് കടക്കാമെന്ന് വെച്ചു, വലിയ സൂട്ട് കേസും കൊണ്ടൊന്നും ഉള്ളിലോട്ട് കടക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് സോ നാരോ. നമുക്ക് സഭാഹോളിൻ്റെ വാതിൽ വലുതാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ദൈവരാജ്യത്തിൻ്റെ വാതിൽ വലുതാക്കാൻ നമുക്ക് പറ്റത്തില്ല. ദൈവരാജ്യത്തിൻ്റെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് കർത്താവാണ്. അതിലെ കർത്താവ് പറഞ്ഞ് ഇടുക്ക് വാതിലൂടെ അകത്ത് കിടപ്പാൻ പരിശ്രമിക്കും. അപ്പോൾ ഇടുക്ക് വാതിലിലൂടെയുള്ള ആ ഒരു യാത്രയിൽ നമുക്കുള്ളതും കൊണ്ട് അകത്ത് കിടക്കാൻ പറ്റത്തില്ല. അതെല്ലാം പുറത്ത് വെച്ചാലേ പറ്റുള്ളൂ. വേറൊരു രീതിയിൽ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ആ വാതിൽ യേശു തന്നെയാണ്. യേശു തന്നെ ആയതുകൊണ്ട് യേശുവിനേക്കാൾ വണ്ണം കുറഞ്ഞ ഒരാൾക്ക്, വണ്ണം കുറഞ്ഞ വാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻ മീൻ ഫിസിക്കൽ ലീൻ ആയിട്ടുള്ള ആളെന്നുള്ള അർത്ഥത്തിലല്ല. യേശുവിനേക്കാൾ ചെറിയ ഒരാൾക്ക് മാത്രമേ ഒരു വാതിൽ കിടക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ ആൾക്ക് കയറാൻ പറ്റിയല്ലോ. അപ്പോൾ അതിനകത്തൂടെ കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? യേശുവിനേക്കാൾ ചുരുങ്ങിയാലേ പറ്റുള്ളൂ. യേശുവിനേക്കാൾ ചുരുങ്ങുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശു ആകുന്ന വാതിലൂടെ ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിനക്ക് പെർഫെക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തില്ലേ പറ്റുള്ളൂ? നിനക്കുള്ളതെല്ലാം പുറത്ത് വെച്ചേ വരാൻ പറ്റുള്ളൂ. നമ്മുടെ സ്യൂട്ട് കേസസ് എല്ലാം പുറത്ത് വെക്കണം. ഒഴിഞ്ഞവനായി മാത്രമേ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. യേശുവിനേക്കാൾ വലിയ ആളുകൾക്ക് ആർക്കും യേശു ആകുന്ന വാതിലുള്ള ദൈവരാജ്യത്തിൽ കിടക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അപ്പോൾ ഞാനിത് വായിച്ച സമയത്ത് കർത്താവ് ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, നിനക്കുള്ളത് വിൽക്കുക എന്ന് മാത്രമല്ല, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആവശ്യത്തിനുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ്. എനിക്കുള്ളത് വിറ്റ് എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടും അർത്ഥമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എനിക്കുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മക്കളുടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ദൈവ കർത്താവ് പറഞ്ഞനുസരിച്ച് ഞാൻ എല്ലാം എന്ത് ചെയ്തു, എനിക്കുള്ളതെല്ലാം വിറ്റു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. അത് ആർക്കാണ്? ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ഉപകരിക്കുമ്പോഴാണ് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്നത്. നമ്മുടെ ഇതിനകത്ത് നമുക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതേ വേദഭാഗം തന്നെ ഇന്ത്യയിലെ തന്നെ പാവങ്ങളുടെ അടുത്തും ഈവൻ ആഫ്രിക്കയിലും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അവരൊരു പക്ഷേ പെട്ടെന്ന് ചോദിച്ചേക്കാം, ഇതൊക്കെ കാശുകാരുടെ അടുത്ത് നിന്ന് പോയി പറഞ്ഞാൽ പോലെ എന്തിനാണ് ഈ പാവങ്ങളുടെ അടുത്ത് പറയുന്നത്? പാവങ്ങളോ വലിയവരോ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്ന ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ, നിനക്കുള്ളത്. എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ട്. ചിലർക്ക് പണമായിരിക്കാം ഉള്ളത്, ചിലർക്ക് ആരോഗ്യമായിരിക്കും, ചിലർക്ക് സമയമായിരിക്കും, ചിലർക്ക് വി ഓൾ ഓഫ് us ഹാവ് സംതിങ്. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ട്. എന്തെങ്കിലും ഇല്ലാത്തവരായി ആരുമില്ല. പണമുള്ളവരെയാണ് ഇന്ന് നമ്മൾ ധനികർ എന്ന് വിളിക്കുന്നത്. അത് നമ്മളെ അറിവില്ലായ്മ കൊണ്ട് നമ്മളങ്ങനെ വിളിക്കുന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പണമുള്ളവരൊന്നും അല്ല ധനികർ. പണം സൂക്ഷിച്ചു വെക്കുമ്പോഴാണ് ഒരാൾ ധനികനാകുന്നതാണ് പലപ്പോഴും ആളുകളുടെ ചിന്ത. ഞാൻ ആഫ്രിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ജെയ്മി എന്ന് പറഞ്ഞു. അവൻ്റെ വൈഫിന് ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിക്കണമായിരുന്നു. അപ്പം ഞാൻ അവൻ വേൾഡ് വിഷൻ്റെ ഓഫീസർ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, അവിടുത്തെ തന്നെ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ജെമി ഐ ആം ഗോയിങ് ടു ബൈ ഇറ്റ്. നോ നീ വാങ്ങിക്കണം. ഞാൻ അവനൊരു ഫോൺ കൊണ്ട് കൊടുത്തു. അതാണ് നീ എനിക്കിപ്പോൾ ഫോൺ കൊണ്ട് തന്നതേ ഉള്ളൂ, അതുകൊണ്ട് നീ എനിക്ക് വേറെ പൈസ ഒന്നും മുടക്കണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ കയ്യിൽ ഇതിന് പൈസ ഉണ്ടോ? ഇല്ല. പിന്നെ നീ എങ്ങനെ വാങ്ങിക്കും? നിൻ്റെ ഭാര്യയുടെ എക്യുപ്മെൻറ്റ് എങ്ങനെ വാങ്ങിക്കും? അത് സാരമില്ല, ഞാൻ ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങിച്ചോളാം. ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഐ ഹാവ് മണി. നീ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ, നിൻ്റെ പൈസ ഉണ്ടെന്ന് നീ പറയത്തുള്ളൂ, ഞാൻ എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ജെമി ഐ എം എ റിച്ച് മാൻ, ഞാൻ ധനികനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇതല്ലേ നീ എപ്പോഴും പറയുന്നത് നീ റിച്ചാന്ന്. ഞാൻ പറഞ്ഞു, യെസ്, ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാൻ കള്ളം പറയത്തില്ല. ഞാൻ റിച്ചാണെന്ന് പറഞ്ഞാൽ റിച്ചാണ്, ഞാൻ കള്ളം പറയത്തില്ല. അവനിങ്ങനെ ചിരിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ റിച്ചാണെന്ന് പറയാൻ കാര്യം? എന്നോട് പറഞ്ഞു, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ബിക്കോസ് ഐ ഹാവ് നോ സേവിങ്സ്. എനിക്ക് സമ്പാദ്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഞാൻ റിച്ച് ആയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അതെന്തോ ഫിലോസഫിയാണ്? ഞാൻ പറഞ്ഞു, അതാണ് കറക്റ്റ് കാര്യം. സമ്പാദിക്കുന്നവന് ഒരിക്കലും ചിലവാക്കാൻ കൈ പൈസ ഇല്ല. കാര്യം കിട്ടുമ്പോൾ എന്ത് ചെയ്യാനേ അവന് പൈസ ഉള്ളൂ, കൂട്ടി വെക്കാനേ ഉള്ളൂ, സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എ മാൻ ഈസ് റിച്ച് വെൻ ഹി ഹാസ് മണി ടു സ്പെൻഡ്. എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ആവശ്യത്തിന് പൈസ ഉണ്ട്. എനിക്ക് സമ്പാദ്യങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തയില്ല. ഐ ഹാവ് മണി ടു സ്പെൻഡ്, എൻ്റെ പൈസ ഉണ്ട്. അപ്പം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ പണത്തിന് മൂല്യം ഉണ്ടാകുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ധനം അന്ന് കറ പിടിച്ച ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷീകരിക്കുന്നു, വിറ്റ്നസ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചു, റസ്റ്റ് എന്നുള്ള തുരുമ്പ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു കാര്യം തുരുമ്പെടുക്കുന്നത്? എപ്പോഴാണ് ഒരു കാര്യം തുരുമ്പെടുക്കുന്നത്? ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ്. അപ്പോൾ സർക്കുലേറ്റ് ചെയ്യാത്ത പണമാണ് വാസ്തവത്തിൽ നമുക്ക് സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നമുക്കെതിരെ ഒരു സാക്ഷിയായി നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? സർക്കുലേറ്റ് ചെയ്യാത്ത പണമാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്ക് പണം ഉണ്ടെന്നുള്ളത് തന്നെയല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുമില്ല, പണം എന്ത് ചെയ്യുന്നില്ല, സർക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആർക്കും ഗുണമുണ്ടാകുന്നില്ല. സർക്കുലേറ്റ് ചെയ്യാത്ത പണമാണ് വാസ്തവത്തിൽ നമുക്കെതിരെ സാക്ഷിയായിട്ട് സ്വർഗത്തിൽ നിൽക്കുന്നതെന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ധനികനായ യുവാവിനോട് കർത്താവ് പറയാണ്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ അതൊരു നിക്ഷേപമായി തീരും. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ സ്വർഗത്തിലെ നിക്ഷേപം, നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ ഭൂമിയിലെ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുഴുവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. അപ്പം ഭൂമി നിക്ഷേപം ഉണ്ടാക്കാൻ നമുക്ക് എന്തോ ചെയ്യണമെന്നറിയാം, കൂട്ടിവെച്ചാൽ മതി, നമുക്ക് ഭൂമി നിക്ഷേപം ഉണ്ടാകും. പക്ഷേ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. വെൻ വി സ്പെൻഡ് മണി ഫോർ അവർ സെൽസ്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. നമുക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുന്നതിനകത്ത് നമുക്ക് വേണ്ടി എങ്കിലും സ്പെൻഡ് ചെയ്യണം, ആർക്കെങ്കിലും വേണ്ടി സ്പെൻഡ് ചെയ്യണം. കാര്യം ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് യാതൊരു അർത്ഥമില്ല. ഇനി നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ അത് നമുക്കിവിടെ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ്, നമുക്ക് കൊള്ളാം. പക്ഷേ വെൻ വി സ്പെൻഡ് ഇറ്റ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി, ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അത് സ്പെൻഡ് ചെയ്യുമ്പോൾ അതെന്തായിത്തീരുന്നറിയാമോ? ഇറ്റ് ഈസ് എ ട്രഷർ ഇൻ ഹെവൻ. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാനുള്ള ഏക മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. ഒരു സ്തോത്രം എങ്ങൊന്നും കേൾക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ കാര്യമാണ്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക,
ആവശ്യത്തിലിരിക്കുന്നവർക്ക് നിന്റെ പണം എത്തട്ടെ. അപ്പോൾ എന്തായിത്തീരും അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്, അതൊരു നഷ്ടമല്ല. അതെന്താണ്? ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇന്നെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വലിയൊരു കാലഘട്ടമാണല്ലോ. അപ്രീസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഉണ്ടാകുമെന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. എന്നാൽ ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. എവിടെയാണ് നമുക്ക് വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഗൾഫിലോ മറ്റുള്ള രാജ്യങ്ങളോ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ഒരു ധാരണ സംഹൗ ഇവിടെ എന്തെങ്കിലും സമ്പാദിക്കണമെന്നാണ്, ഗൾഫിൽ എന്തെങ്കിലും സമ്പാദിക്കണമെന്നൊന്നും അല്ല നമ്മുടെ മനസ്സിലെ ചിന്ത. അമേരിക്കക്കാരൻ ഒരു പക്ഷേ ഇങ്ങോട്ട് വരാൻ ഇഷ്ടം അല്ല, വരാൻ മേ ബി ഹി ഈസ് നോട്ട് കമ്മിങ് ബാക്ക്, മേ ബി ഹി ഈസ് അവിടെ കുറേ സമ്പാദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ അവർക്കെല്ലാം അറിയാൻ എന്താണ്, എന്തെങ്കിലും ഒരിക്കലും ഇവിടെ തിരിച്ചു വരേണ്ടി വരും. തിരിച്ചു വരേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ സമ്പാദിക്കുന്നതിന് പകരം എപ്പോഴും പരിശ്രമിക്കുന്നത് ഇവിടെ സമ്പാദിക്കാനാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനറിയാം അവൻ ഇവിടെയും ജീവിക്കുന്നത് ഇത്ര കാലമേ ഉള്ളെന്ന്. നമ്മളിപ്പോൾ 80, 70, 100 അത്രയൊന്നും ഇല്ല, 100 വർഷമെന്ന് വെച്ചു, 100 വർഷത്തിൽ ആരാ ജീവിക്കാൻ പോകുന്നത്? അപ്പോൾ സ്വർഗത്തിലോ 100 അല്ല, 1000 അല്ല, 10,000 അല്ല, കോടിയല്ല, ബില്യൺ ബില്യൺ ട്രില്യൺ ട്രില്യൺ ട്രില്യൺ, ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. അതാണോ വലുത്? ഇതാണോ വലുത്? നിത്യതയുടെ ദർശനമുള്ളവൻ നിത്യതയിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിത്യതയുടെ ദർശനമില്ലാത്തവൻ ഭൂമിയിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ആളുകൾ സ്വർഗത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നിത്യതയിലേക്ക് ഇൻവെസ്റ്റ്? അവിടെ ദർശനമില്ല, അവർക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമില്ല, അവരുടെ കണ്ണുകൾ അവിടെയല്ല. ഞാൻ ഈ ആഴ്ചക്കുന്നിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിനകത്ത് ഞാൻ എഴുതിയൊരു വാചകമുണ്ട്. മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകുന്നതിനിടയ്ക്കുള്ള ഇടത്താവളമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഈ മരുഭൂമിയിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, കനാൻ സ്വപ്നം കണ്ടു കഴിയുന്നവരും. 2, ഇട്ടേച്ച് പോയ ലോകത്തെ സ്വപ്നം കണ്ടു കഴിയുന്നവരും. ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ അറിയാം അയാളുടെ സ്വപ്നം എന്താണെന്നുള്ളത്. ഇവിടെ സമ്പാദിച്ചു കൂട്ടാനാണ് മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ തന്നെയാണ് നമ്മൾ എന്നാണ്. എന്നാൽ വരാൻ പോകുന്ന നമ്മുടെ സ്വർഗീയ കനാനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ കഴിയുന്നവൻ ഒരിക്കലും ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. ഹീസ് നോട്ട് കൺസേൺ അബൌട്ട് മണി, ഹീസ് നോട്ട് കൺസേൺ അബൌട്ട് പൊസിഷൻസ്. അവൻ കസേരയ്ക്ക് കടിപിടി കൂടത്തില്ല, അവൻ വഴക്കുണ്ടാക്കത്തില്ല, അവൻ ഇലക്ഷൻ ക്യാമ്പയിന് പോകത്തില്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് ഹി വിൽ നെവർ ഡു ദാറ്റ്. ബിക്കോസ് അതൊന്നുമല്ല അവൻ്റെ മനസ്സിൽ നിത്യതയാണ്. അവൻ്റെ മനസ്സിൽ നിത്യത കിടക്കുന്നത് കൊണ്ട് അവന് കസേരയും വിഷയമല്ല, പൈസയും വിഷയമല്ല, സുഖങ്ങളും വിഷയമല്ല, അവൻ നിത്യതയ്ക്ക് വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ട് മരുഭൂമിയിലെ സഭയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണെന്നറിയാൻ അവൻ്റെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈ യുവാവിനോട് കർത്താവ് പറയാണ്, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാനുള്ള മാർഗം അതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, പണം മാത്രമല്ല, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴും അത് എന്തായിത്തീരുകയാണ്? സ്വർഗത്തിൽ നിക്ഷേപമാവുകയാണ്. ഈ ആശുപത്രി കിടക്കുന്ന ആളുകളെയൊക്കെ ഇടയ്ക്കൊന്ന് പോയി കാണുകയും അവരുമായിട്ട് 10 മിനിറ്റ് പോയിരുന്ന് സംസാരിക്കുകയും ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. ആരും സംസാരിക്കാനില്ലാത്ത ആളുകളുടെ അടുത്ത്, ഈ പ്രായമുള്ളവരുടെയൊക്കെ വാസ്തവത്തിൽ ഏറ്റവും വലിയ പരാതി എന്താണ്? ആരും ഞങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാനില്ല. നിങ്ങൾ അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം ഒന്ന് ഇരിക്കുക, ഒന്ന് സംസാരിക്കുക. നിങ്ങളുടെ സമയം അവർക്ക് 10 മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സ്വർഗത്തിലൊരു നിക്ഷേപമായി തീരുകയാണ്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് കൊടുക്കും, നിങ്ങളുടെ സാന്ത്വന വാക്കുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് സ്വർഗത്തിലൊരു നിക്ഷേപമായി തീരുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ നിങ്ങളുടെ പണവും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഇടപെടലുകളും ഇൻഫ്ലുവൻസും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് അവിടെ ഒരു ദാറ്റ് ബിക്കംസ് എ ട്രഷർ ഇൻ ഹെവൻ. ഇനി അടുത്തത്, കർത്താവ് ഇവനോട് പറയുന്നത്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അതായത് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതുകൊണ്ട് തീർന്നില്ല. പലരും എല്ലാ കാര്യങ്ങളും ഈ പെൻഡുലം എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഓടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. നടുക്കല്ലല്ലോ പോയി നിൽക്കുന്നത്, അങ്ങേ അറ്റത്തോട്ടല്ലേ പോയി നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ സോഷ്യൽ റിഫോമേഴ്സ് പറയുന്നത് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്ത്? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. യെസ്, പക്ഷെ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ വന്ന് എന്നെ അപ്പോൾ നിത്യജീവനെ അവകാശമാക്കുവാൻ ഒരു കാര്യം ചെയ്താൽ പോരാ, 2ഉം വേണം. നിനക്കുള്ളത് നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കണം. അതാണ് വാസ്തവത്തിൽ ക്രോസ് എന്ന് പറയുന്നത്. വാട്ട് ഡു വി സീ ഇൻ എ ക്രോസ്? ക്രൂസിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? എ മാൻ ഹു ലിവ്ഡ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് കാൽവറി ക്രൂസിൽ തൂങ്ങിക്കിടക്കുന്നത്. അതാണ് ക്രോസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എടുക്കേണ്ടതായ ഏറ്റവും വലിയ തീരുമാനം. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയും മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രഥമ പടി. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക്
നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പണവും ധനവും എല്ലാം ഷെയർ ചെയ്യുന്നതോടൊപ്പം, അല്ലെങ്കിൽ അതിനപ്പുറത്തെ പ്രാധാന്യത്തോടുകൂടി തന്നെ വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ചിന്തിക്കേണ്ടതാണ് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നത്. അപ്പോൾ ഉപേക്ഷണവും അനുഗമനവും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ അവനെ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്, ഉപേക്ഷണവും വേണം, അനുഗമനവും വേണം. കർത്താവിനോട് പറയുന്നു, നീ സ്വർഗസ്ഥ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യു നീഡ് ടു സീ ദാറ്റ് യു ആർ ലിവിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ഫോർച്യൂൺസ് വിട്ടുകൊടുക്കുന്നതായ ഒരവസ്ഥ നിനക്ക് ഉണ്ടാകണം. നീ എന്നെ അനുഗമിക്കുന്ന അവസ്ഥ ഉണ്ടാകണം, പെർഫെക്റ്റ് ആകണമെങ്കിൽ. എന്താണ് ഈ പെർഫെക്ഷൻ എന്ന് പറയാനുള്ള മറ്റൊരു കാരണം? ഒന്നാമത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാര്യം തന്നെ എടുക്കുക. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ലവ്. ഇഫ് യു ലവ് യുവർ ഗാഡ് പെർഫെക്റ്റ്ലി വിത്ത് ഓൾ യുവർ ഹാർട്ട്, കർത്താവ് പറയുന്നു, യുവാവിനോട് പറയാണ്, നിനക്കിപ്പോൾ ഉള്ള നിന്റെ ദൈവത്തോടുള്ള സ്നേഹം എന്താണ്? കൽപ്പന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പനകളെ അനുസരിക്കുകയാണെങ്കിൽ എവിടെ ചെല്ലുമെന്ന് തന്നെ പറഞ്ഞു, നിത്യജീവനെ പ്രാപിക്കാൻ തന്നെ കൽപ്പന. എന്താണ് കൽപ്പനകളിൽ ഒന്നാമത് തന്നെ പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ലവ്. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് 10 കൽപ്പനകളും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇതിനപ്പുറത്തായിട്ട് വേറെ കൽപ്പനയൊന്നുമില്ലെന്ന്. അതായത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയാണെങ്കിൽ, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുകയാണെങ്കിൽ, നീ ബാക്കി ഒരു കാര്യവും ചെയ്യത്തില്ല. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്നവൻ മോഷ്ടിക്കത്തില്ല. കൂട്ടുകാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? മോഷ്ടിക്കത്തില്ല. ദൈവത്തെ ഇപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല? എനിക്ക് വേറെ ദൈവങ്ങൾ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ലവ് ഈസ് പെർഫെക്റ്റ്. അത് ഫുള്ളാണ്, പൂർണ്ണ ഹൃദയത്തോടെയാണ്. അതിനകത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വേറൊരു ദൈവത്തിനും വേറൊരു വ്യക്തിക്കും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ ദൈവം അതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആകുന്നത്. അപ്പോൾ കർത്താവ് ഈ യുവാവിനോട് പറയാണ്, നിന്റെ സ്നേഹം പെർഫെക്റ്റ് ആണോ? നീ പറഞ്ഞു നീ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട്, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം പെർഫെക്റ്റ് ആണോ? നിന്റെ ദൈവത്തോടുള്ള സ്നേഹം പെർഫെക്റ്റ് ആണെങ്കിൽ നീ തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യത്തില്ല. സ്വർഗസ്ഥ പിതാവിന്റെ സ്നേഹം പെർഫെക്റ്റ് ആണ്. ഇഫ് യു ലവ് യുവർ ഗാഡ് പെർഫെക്റ്റ്ലി വിത്ത് ഓൾ യുവർ ഹാർട്ട്, പെർഫെക്റ്റ് ലവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ ഒരു വലിയ പ്രശ്നം, നമ്മളുടെ സ്നേഹം റിവാർഡ്സ് പ്രതീക്ഷിച്ചുള്ളതാണ്. നമ്മൾ 100 മടങ്ങ് കിട്ടാൻ, അതുകൊണ്ടാണല്ലോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രവാചകന്മാരും ക്രൂസൈഡ് പ്രസംഗകരും എല്ലാം നിങ്ങളെ കളിപ്പിക്കാൻ കാരണം നിങ്ങളുടെ മനസ്സ് അതുമായിട്ട് ചേർന്ന് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുതന്നെ ഇങ്ങനെയുള്ള പ്രസംഗം തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടുകൂടെയാണ് ഇവിടെ ഉണ്ടാകുന്ന ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രസംഗം വന്നിട്ട് പറയാണ്, കർത്താവിനെ നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് കർത്താവ് തരും, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുക്കുക, അല്ലേ എല്ലാവരും പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുക്കും, അത് ഇതിനകത്തിട്, ഇട്ടാൽ എന്താ ഗുണമുണ്ട്? ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് 100 മടങ്ങ് പ്രതിഫലം കിട്ടും. അവിടെ എവിടെയാണ് സ്നേഹം? 100 മടങ്ങ് പ്രതിഫലം കിട്ടാനാണെങ്കിൽ ഇവിടുത്തെ ബ്ലേഡ് കമ്പനിക്കാരൻ പോലും 100 മടങ്ങൊന്നും ഒരിക്കലും ഓഫർ ചെയ്യുന്നില്ല. ഇതൊരു സൂപ്പർ ബിസിനസ്സിലേക്കുള്ള നമ്മുടെ മൈൻഡ് സെറ്റിനകത്ത് എന്താണ് ബിസിനസ് കിടക്കുന്നത് കൊണ്ടല്ലേ പ്രതിഫലം കിട്ടാൻ വേണ്ടി നമ്മൾ നോട്ടിലാ പറയുന്നതും നോട്ട് ഇടുന്നതും. ഇത് കേട്ടാൽ ഉടനെ എല്ലാവരും വലിച്ചു കയറ്റി ഇടുകയും ചെയ്യുമല്ലോ, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഇതിനകത്ത് സ്നേഹത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ കർത്താവ് പറയാണ്, നിന്റെ സ്നേഹം പെർഫെക്റ്റ് ആകണമെങ്കിൽ, അത് പൂർണ്ണ ഹൃദയത്തോടെ ആകണമെങ്കിൽ അതിനകത്ത് വേറെ സ്നേഹമൊന്നും കടന്നുകൂടാൻ പാടില്ല. ഇവന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവന് ദൈവത്തെ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അവന് പണത്തെയും സ്നേഹമുണ്ട്. ഹി ലവ്സ് ഗാഡ്, ഹി ലവ്സ് മണി. ഇതാ ഇന്നത്തെ പെന്തക്കോസ്തുകാരന്റെ സ്റ്റേജ്. ആത്മാർത്ഥത ഉള്ളവന്റെ. കള്ളന്മാരൊത്തിരി ഉണ്ട്, അവരുടെ കാര്യം എനിക്ക് വിഷയമേ അല്ല, അവർ പൊക്കോട്ടെ. പക്ഷേ അല്ലാത്തവരുടെ തന്നെ പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവസ്നേഹം ഉള്ള ആളുകളിൽ തന്നെ നല്ലൊരു ശതമാനത്തിനും അതിനോട് ചേർന്ന് എന്തോ സ്നേഹം കൂടെ ഉണ്ട്. പണത്തോടും പദവികളോടുമുള്ള ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഇല്ലാതെ ആക്കണമെങ്കിൽ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ലവ് മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്ന
കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും സന്തോഷിക്കുന്നതായ സ്നേഹം. അവന് യാതൊരു രീതിയിലും എന്താണ്, ഇതിൽ നിന്ന് ഞാൻ ദൈവത്തെ അനുസരിച്ചാൽ എനിക്ക് എന്തോ കിട്ടുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നില്ല. അതാണ് താഴോട്ട് വരുന്നത്, ഞാൻ അതിനെക്കുറിച്ച് പറയാം. എല്ലാം നഷ്ടപ്പെടുമ്പോഴും സന്തോഷിക്കുന്നതായ ഒരു സ്നേഹം. നമ്മൾ പാട്ട് പാടുമല്ലോ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. നഷ്ടമതിൽ കൊണ്ടാടുവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ടേം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം എന്ത് ചെയ്യാനാ, അതങ്ങ് ആഘോഷിക്കാനെന്ന്. നഷ്ടം സഹിക്കുന്ന ആളുകൾ നമ്മളിൽ പലരുമുണ്ട്. പക്ഷെ നഷ്ടം കൊണ്ടാടുന്ന ആളുകൾ എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാട്ടൊക്കെ പാടുമ്പോൾ എഴുതിയ ആള് എത്ര അർത്ഥത്തിൽ പാടി അതുകൂടെ ചിന്തിച്ചുകൊണ്ട് വേണം ഇത് പാടാൻ. ഒരു ഓട്ടോറിക്ഷക്കാരൻ 5 രൂപ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കരയുന്നോ, ഈ പാട്ട് പാടിയിട്ട് എന്തോ അർത്ഥമാണ്, എനിക്കറിയാമോ ഞാൻ ചോദിക്കുക. അല്ലെ, ഞാൻ പ്രായോഗികമായി ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഒരു ഓട്ടോറിക്ഷക്കാരൻ 5 രൂപ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്ന് ഉറക്കം വരത്തില്ല. അവൻ എങ്ങനെ ഈ പാട്ട് പാടാൻ പറ്റുന്നേ? അത് കള്ളത്തരമല്ലേ പറയുന്നത്? ഇല്ലേ? അവൻ വാങ്ങിച്ചോണ്ട് പോടുന്നേ, അവൻ കൊണ്ടുപോട്ടെ. നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ കളിപ്പിക്കപ്പെടാൻ തയ്യാറായിരിക്കണം. നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ആളുകൾ കളിപ്പിക്കും. ചില ആളുകൾ പറയും, ബ്രദറെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും കളിപ്പിച്ചോണ്ട് പോകും. കൊണ്ടുപോട്ടെന്നേ, ഉണ്ടായിട്ടല്ലേ കൊണ്ടുപോകുന്നേ, അല്ലേ കൊണ്ടുപോകത്തില്ലല്ലോ. തീർന്നു കഴിയുമ്പോൾ ആരും കൊണ്ടുപോകത്തില്ലല്ലോ. തീർന്നു കഴിയുമ്പോൾ ആരും എന്ത് ചെയ്യത്തില്ല, കൊണ്ടുപോകത്തില്ല. ഉണ്ടായിട്ടല്ലേ കൊണ്ടുപോകുന്നു. എൻ്റെ പൈസ ആളുകൾ ഓടിച്ചിട്ടുണ്ട്, ഞാനത് കൊണ്ടാടിയിട്ടുമുണ്ട്. എനിക്ക് ആളുകളെ ഇവിടെ വെച്ചോ അല്ല ആഫ്രിക്ക വെച്ച് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് ചെറിയ എമൗണ്ടൊന്നുമല്ല, വലിയ എമൗണ്ട് ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവരെ പിടിച്ച് എനിക്ക് വേണമെങ്കിൽ അവരെ എംബരാസ് ചെയ്യാം. കുറച്ച് ഞാനിങ്ങനെ പരിശ്രമിച്ച് എന്നിട്ട് കിടന്നാ ചോദിച്ചു, എന്തിനാണ് കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? ഏതാണെങ്കിലും ഇവിടെ ചിലവാക്കാൻ നീ കൊണ്ടുവന്നതല്ലേ, അവരെ നേരത്തെ എടുത്തെന്ന് ചിന്തിച്ചാൽ പോരായോ? അത്രേ ഉള്ളൂ. എന്തിനാ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്? എനിക്കുണ്ടായിട്ടല്ലേ പോയത്, എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിട്ടല്ലേ പോയത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിട്ടല്ലേ പോയത്. പോട്ടെ, എനിക്ക് പണമില്ലാതെയും ഞാൻ ജീവിച്ച് പഠിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പണത്തിലും കിടന്ന് കളിച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദീസ് ആർ ഓൾ സെയിം. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാനുണ്ട്, ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. 5 സ്റ്റാർ കാണാവുന്ന കുടിലിനകത്തും കിടന്നിട്ടുണ്ട്. രണ്ടും ഒരുപോലെ ഉള്ളൂ, ഉറങ്ങുന്നത് വരെ ഉള്ളൂ. 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലും ഉറങ്ങുന്നത് വരെയുള്ള ഈ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സുഖം എത്രയും വരെ ഉള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, ഉറങ്ങിക്കഴിഞ്ഞിട്ട് ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? ഇത്രയും നേരത്തെ സുഖം പോയില്ലേ? ഇതേപോലെ തന്നെ 5 സ്റ്റാർ കാണാവുന്ന കുടിലും ഞാൻ കിടന്നിട്ടുണ്ട്. അത് മിഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് വേറെ ഒന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്ന ആളൊന്നും അല്ല, അതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അവിടെ കിടന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടുമുണ്ട്. ഉറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദുഃഖവും തോന്നിയിട്ടില്ല. എനിക്ക് രണ്ടും ഒരുപോലെ തോന്നിയിട്ടുള്ളൂ. ഒരു കുടിലിൽ കിടന്ന് നല്ല സ്വപ്നം കണ്ട് ഉറങ്ങുന്നതാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ദുസ്വപ്നം കാണുന്നതിനേക്കാൾ നല്ലത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ കാര്യം. ഈ പണമോഹം, നഷ്ടപ്പെടുമ്പോഴും അത് മനസ്സിലേക്ക് കടക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഇഫ് യു ട്രൂലി ലവ് ഗാഡ്, പണം നിങ്ങളുടെ മനസ്സിൽ കയറത്തില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് നഷ്ടം വന്നാലും പോട്ടെ എന്ന് പറയും. അങ്ങനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആ ദൈവസ്നേഹമാണ് നമ്മളെ എല്ലാം ഉപേക്ഷിക്കാനായിട്ട് പ്രാപ്തമാക്കുന്നത്. യേശുവിനേക്കാൾ ഉപരിയായിട്ട് ഒന്നിനെയും സ്നേഹിക്കാതിരിക്കുന്നതായ ഒരു സ്റ്റേജ്. ഞാനവിടെ ആ ആളുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണമെങ്കിൽ പിടിക്കാം. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു എംബരാസ്മെൻ്റ്, അവരെ എന്താണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ആണെങ്കിൽ, ഞാൻ മിഷൻ നടത്തുന്ന ആളാണ്, നമ്മളൊക്കെ ആരെയാണ് പൈസ ഏൽപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസയുടെ കാര്യം ഏൽപ്പിക്കുന്നത്. പക്ഷേ യേശു എന്തോ ചെയ്തത്? ഏറ്റവും ഫെയ്ത്ത്ലെസ് ആയിട്ടുള്ള അവിശ്വസ്തനായ കൈയിട്ട് വാരുന്നവൻ്റെ തന്നെ പണസഞ്ചി കൊടുത്തു. ഞാനാണെ കൊടുക്കത്തില്ല. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത ഏതാണ്? എന്നിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം എടുക്കുമായിരുന്നു. യേശു എന്നെ ഇതിനെ അറിഞ്ഞില്ലയോ? എന്നെങ്കിലും ഒരിക്കൽ യേശു പറഞ്ഞു, യൂദാസേ ഇത് മോശം കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ വല്ലോടെ എടുത്ത് പറയുമെന്ന് പറഞ്ഞോ? ഇല്ല. അവനെ എംബരാസ് ചെയ്യാനായിട്ട് കർത്താവ് ഒരിക്കലും പരിശ്രമിച്ചില്ല. അവൻ മോട്ടിച്ചോട്ടെ, അവൻ എന്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് വെച്ച് ദൈവം എന്ത് ചെയ്തു? അവനെ പിന്നെയും സ്നേഹിച്ചു. അത്രേ ഉള്ളൂ. ഇതൊക്കെ പ്രായോഗികമാണോ ബ്രദറെ എന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും. യേശുവിൻ്റെ മിക്ക കാര്യങ്ങളും നമ്മൾ പറയുന്ന രീതിയിൽ പ്രായോഗികമല്ല. പക്ഷേ അങ്ങനെ അപ്രായോഗികമായ ഒരു ജീവിതം പ്രയോഗത്തിൽ വരുത്താനാണ് ദൈവം അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. യൂദാസിനെ പോലും സ്നേഹിക്കാനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതാ യേശു ചെയ്തത്. അപ്പോൾ യേശുവിനെ
അനുഗമിക്കാനായിട്ട് ഇവനോട് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് അതിനോട് ചേർന്ന് പറഞ്ഞു, നീ പൂർണ്ണമായിട്ട് എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പൂർണ്ണമായി എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പൂർണ്ണമായി കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ നീ മറ്റുള്ളതിനോടുള്ള എല്ലാ സ്നേഹവും വിട്ടുകളയണം. ഇവൻ എന്താ സംഭവിക്കുന്നത്? ഈ യുവാവ് ഏറിയ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിച്ച് മടങ്ങിപ്പോയി. സീ ദ ഡിഫറൻസ്. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് എന്ത് ചെയ്തു? ദുഃഖിച്ച് മടങ്ങിപ്പോയി. ദുഃഖിച്ച് മടങ്ങിപ്പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ യേശുവിനെ അനുഗമിക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമ്പത്ത് അവനെ അനുഗമനത്തിൽ നിന്ന് മാറ്റി നിർത്തി. അവൻ യേശുവിനേക്കാൾ കൂടുതൽ സമ്പത്തിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ അവൻ യേശുവിനെ അനുഗമിക്കുന്നതിന് പകരം സമ്പത്തിൻ്റെ പുറകെ പോകാനുള്ള കാരണം, ഇല്ലേ? ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് യേശു അവനോട് സ്വത്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞതെന്ന്. ശരിക്കും മനസ്സിലായല്ലോ. കാരണം ഈ വ്യക്തിയുടെ, ഈ യുവാവിൻ്റെ ജീവിതത്തിൽ അവൻ ഇത്രയും നല്ലവനായിട്ടും, അതായത് ഇവനൊരു കള്ളനല്ല, ഇവൻ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്, ഇവൻ കള്ളക്കടത്തുകാരനല്ല, ഇവൻ മോശമായ രീതിയിൽ ഉണ്ടാക്കിയ പൈസയല്ല. അങ്ങനെയാണെന്ന് കർത്താവ് അത് നേരത്തെ പറഞ്ഞു, ഇല്ലേ? ചതിവായി വാങ്ങിയ സക്കായി അവൻ പറഞ്ഞു, അല്ലേ, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇവൻ അങ്ങനെ ചതിവായിട്ട് വാങ്ങിച്ചൊന്നുമല്ല. അവൻ്റെ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആയിരിക്കും ഇത്. എന്നിട്ടും അതിനെ ഉപേക്ഷിക്കാൻ അവനോട് കർത്താവ് ആവശ്യപ്പെട്ടു. ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് വെച്ചൊന്ന് സൂക്ഷിച്ചു വെക്കാനൊന്നും ദൈവം നമുക്ക് അനുവാദമൊന്നും തരുന്നില്ല. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ പണം അസാമാന്യമായ രീതിയിൽ പണം സ്പെൻഡ് ചെയ്ത ഒരു കാലമായിരുന്നു എൻ്റെ കോളേജിലെ ലൈഫ്. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എടാ ഇങ്ങനെ കാശ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എടാ ഇതൊന്നും എൻ്റെ അപ്പൻ പോലും ഉണ്ടാക്കിയതല്ല, അപ്പൂപ്പന്മാരുണ്ടാക്കിയതാണ്, പോട്രാ. പക്ഷേ ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, അപ്പൂപ്പന്മാരുണ്ടാക്കിയ കാശോ? എടാ അങ്ങനെ പൈസയൊന്നുമില്ല, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. ദിസ് ഈസ് മൈ മണി. അതുകൊണ്ട് ഈ പണം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു സമയം വരെ ഞാൻ ചിന്തിച്ചു അത് എൻ്റെ പൈസയാണെന്നാണ്. അപ്പോൾ എൻ്റെ പൈസ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല വാസ്തവത്തിൽ. എന്താണ്? വെൻ യു ഗിവ് യുവർ സെൽഫ് ടു ഗാഡ്, എവറിത്തിങ് ബിലോങ്സ് ടു ഗാഡ്. നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്കുള്ളവരല്ല. ഞാൻ എനിക്കുള്ളവനല്ലെങ്കിൽ പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞ് എനിക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇറ്റ് ബിലോങ്സ് ടു ഗാഡ്. അതുകൊണ്ട് അതെന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ്? ദൈവമാണ്. വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കുക, എടുക്കാൻ പറഞ്ഞാൽ എടുക്കുക, നോക്കാൻ പറഞ്ഞാൽ നോക്കുക, കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുക, ഫിനിഷ്. ബിക്കോസ് അതൊന്നും എൻ്റെ മനസ്സിലേക്ക് കടക്കാനായിട്ട് പാടില്ല. അങ്ങനെ കടന്നാൽ എൻ്റെ സ്നേഹം പെർഫെക്റ്റ് അല്ല. അങ്ങനെ കടന്നാൽ ഞാൻ യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സമ്പത്ത്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സമ്പത്ത് അവൻ്റെ മനസ്സിൽ കടക്കത്തില്ല. അത് പോയാൽ അവനോട്ട് സങ്കടവും ഉണ്ടാകത്തില്ല. ഇവൻ വളരെ ദുഃഖിച്ച് മടങ്ങിപ്പോയപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ശിഷ്യന്മാർക്ക് ഈ സംഭവത്തോട് അവരുടെ പ്രതികരണമാണ്. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 23 വാക്യങ്ങൾ അത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് സംസാരിക്കുന്നു നമുക്ക് നോക്കാം. വേഴ്സ് 23. യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴികൾ കിടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് വളരെ കർത്താവിനും ദുഃഖമുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവനെ കിട്ടിയാൽ കൊള്ളാമെന്ന് കർത്താവ് ആഗ്രഹിച്ചെന്ന് എൻ്റെ ചിന്ത. കാര്യം ഇത്രയും നല്ല ഒരു ചെറുക്കനെ എൻ്റെ കൂടെ കിട്ടണമെന്ന് ആർക്കാണെങ്കിലും ഉണ്ടാകുമല്ലോ, ഇല്ലേ? നല്ല സമർപ്പണമുള്ള ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കുണ്ട് എങ്ങനെയെങ്കിലും ഇവനെ ജീസസ് മിഷനിൽ കൊണ്ടുപോകണമെന്ന്, ഇല്ലേ? അതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കർത്താവിനും ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം ഇവനെ കിട്ടിയാൽ. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞത്. പക്ഷേ സമ്പത്ത് എന്ത് ചെയ്തു? കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞു, മടക്കി കളഞ്ഞു. അപ്പോൾ ഇവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ഹൃദയവേദനയോടുകൂടെ പറയാണ്, ശോ എന്തൊരു കഷ്ടമാണ്. സമ്പത്തുള്ളവർ, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം തന്നെ എന്ന് പറഞ്ഞു. ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നത് എളുപ്പം. ഇത് കർത്താവിൻ്റെ ഒരു നിരീക്ഷണമെന്ന് നമ്മൾ പറയുന്നത് ഒരു മാനുഷികമായ വാക്കായിരിക്കാം. പക്ഷേ കർത്താവ് പറയുന്ന ഈ വാക്ക് ഇതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ പലപ്പോഴും ഉള്ള ചിന്ത എന്നറിയാമോ? കർത്താവ് നമ്മുടെ ധനം കൊണ്ട്, അതുകൊണ്ട് പലപ്പോഴും ആളുകളുടെ ചിന്ത കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എപ്പോഴും ആളുകൾ പറയുമല്ലോ, ആ പൈസ കർത്താവിന് കൊടുത്ത് കർത്താവിനെ പ്രസാദിപ്പിക്കാമെന്നോ. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തമാശയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഇവനോട് പറയുന്നില്ല നീ ഒരു കാര്യം ചെയ്ത് നിനക്കുള്ള പൈസ എല്ലാം കൂടി കൊണ്ടുപോകാം നമ്മുടെ കോമൺ ഫണ്ടിലേക്ക് ഇടാമെന്ന് പറയുന്നില്ല. കർത്താവിന് അങ്ങനെ അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കർത്താവ് അങ്ങനെ ഒരു വ്യക്തി അല്ല. ഹി സേസ് യു ഗോ ആൻഡ് സെൽ യുവർ പ്രോപ്പർട്ടി ആൻഡ് ഗിവ് ഇറ്റ് ടു ദ പുവർ സോ ദാറ്റ് യു മേ ഹാവ് ട്രഷർ ഇൻ ഹെവൻ. ശരിക്കും ഇവനോട് സമ്പത്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്?
ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന് വേണ്ടി തന്നെയാണ് നമ്മളോട് കർത്താവ് ഒരു 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 സാക്രിഫൈസ് ആവശ്യപ്പെടുന്നത്. ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കർത്താവിന് വേണ്ടി എന്തോ സാക്രിഫൈസ് ചെയ്തെന്നുള്ള രീതി നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ ഒരിക്കലും കർത്താവിന് വേണ്ടി ഒരു സാക്രിഫൈസും ചെയ്തിട്ടില്ല. എന്ത് സാക്രിഫൈസ് ചെയ്യാൻ? ഞാൻ പലപ്പോഴും ആഫ്രിക്കയുടെ കാര്യങ്ങളൊക്കെ ആളുകൾ എന്നോട് ചോദിക്കും, ബ്രദറെ ഭയങ്കര സാക്രിഫൈസാണ്. ഞാൻ പറഞ്ഞു, എന്തോന്ന് സാക്രിഫൈസ്? ഇതിനകത്ത് സാക്രിഫൈസിൻ്റെ പ്രശ്നമേ ഇല്ല. കാരണം സി.ടി. സ്റ്റഡ് പറഞ്ഞൊരു വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിൽ തന്നെ 18 വർഷം സുവിശേഷ വേല ചെയ്ത ആളാണ് സി.ടി. സ്റ്റഡ്. അതിന് മുമ്പ് അദ്ദേഹം ചൈനയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഞാൻ എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. വെൻ യു ലുക്ക് അറ്റ് ദ ക്രോസ്, വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ്, എനിത്തിങ് ഐ ഡു ഫോർ ഹിം ഇസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. ഞാൻ ക്രൂസിലേക്ക് നോക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു ത്യാഗമല്ല. അതുകൊണ്ട് ത്യാഗപൂർണ്ണമായി സുവിശേഷ വേല ചെയ്യുന്ന ആളെന്നൊക്കെ ആളുകൾ ആരെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സംശയം തോന്നുന്നു. എന്തോന്ന് ത്യാഗപൂർണ്ണമായ സുവിശേഷ വേല? അത് വല്ലവരും പറയുന്നെങ്കിൽ പിന്നെ പോട്ട്. അവർ തന്നെ വന്ന് പറയും. ഈ മിഷണറിമാരൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ ത്യാഗമൊക്കെ വിവരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതെന്താ ദൈവത്തിന് വരാണ്ട് ചെയ്യുന്ന എന്തോ ഒരു ഓശാരം ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ വാട്ട് യു സേ, ഉപകാരം ചെയ്യുന്ന പോലെയോ? നോ, മേ ബി അതർ പീപ്പിൾ ക്യാൻ സേ ദാറ്റ്, ബട്ട് യു ആർ നോട്ട് സപ്പോസ് ടു സേ ദാറ്റ് യു ആർ മേക്കിംഗ് എ സാക്രിഫൈസ്. ബിക്കോസ് വാട്ട് ജീസസ് ഹസ് ഡൺ ഫോർ, യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ആലോചിച്ച് കഴിയുമ്പോൾ ഒരു സാക്രിഫൈസും അല്ല. ദാറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ ഇവനോട് പണം ഉപേക്ഷിക്കാൻ കർത്താവ് പറഞ്ഞ് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവന് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാനാ, അല്ലാതെ ഇതുകൊണ്ട് കർത്താവിൻ്റെ മിഷൻ വ്യാപിപ്പിക്കാനൊന്നും അല്ല. കർത്താവ് അവൻ്റെ മിഷനിലേക്ക് ഫണ്ട് റൈസിംഗ് ഒന്നും നടത്തിയൊന്നും അല്ലായിരുന്നല്ലോ. ജീസസ് നെവർ ഡിഡ് ദാറ്റ്. യേശുവിനൊരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു. മീറ്റിങ്ങിനൊടുവിലായിട്ട് സ്വതന്ത്രമായി ചേർത്ത് അടുത്ത നമ്മുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി അടുത്തതായിട്ട് നിങ്ങൾ വലിയ നോട്ട് ഇടണമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ പിന്നെ കണ്ടുപിടിച്ച ഓരോ ഗിമ്മിക്സുകളാണ്. അതൊന്നും വേദവസ്തുതി കാണുന്ന കാര്യങ്ങളല്ല. കാര്യം അതിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം സ്നേഹത്തിൻ്റെ ഒരു കൊടുപ്പല്ല. അതിനകത്ത് പലപ്പോഴും ഉണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ കൊടുപ്പല്ല. ദാറ്റ്സ് ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞത്, ഹി വാസ് ആസ്കിങ്, യേശു ഇവനോട് ആവശ്യപ്പെട്ടത് ഇവന് വേണ്ടി തന്നെയാണെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എന്നിട്ട് അവൻ അത് ഉപേക്ഷിച്ച് പോകുമ്പോൾ കർത്താവ് അവനെ കർത്താവിന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു, ശരിയാണ്. പക്ഷേ അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രയാസം. എന്താണ് പറയുന്നത്? ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്ന എത്ര പ്രയാസം. ഇവന് ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ഭയങ്കര സങ്കടമായിപ്പോയി. അവന് ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉടനെ ശിഷ്യന്മാർ വന്ന് അവരോട് ഇത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഇവർ പറയുന്നതെന്നറിയാം, കർത്താവ് നീ ഇച്ചിരി കടന്ന കൈയായിപ്പോയി അവനോട് ആവശ്യപ്പെട്ടു. ഇച്ചിരി പതിയെ ചെയ്താൽ മതിയായിരുന്നു ഈ കാര്യം, അല്ലേ? ഇത്രയും കാശുള്ളൊരു ഇറക്കണല്ലേ, ഒറ്റയടിക്ക് ഇത്രയും ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഭയങ്കര കടന്ന കൈയായിപ്പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ രക്ഷിക്കപ്പെടുന്നു? ഇപ്പം ഞാൻ പല സമയത്തും ദൈവവചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നത്, ബ്രദറെ ഇത് ഇച്ചിരി കട്ടിയാണ് കേട്ടോ, ഇത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലേ? ലൈറ്റായിട്ട്. ഇതിനകത്ത് ലൈറ്റാക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ചില മെസ്സേജസ് ഉണ്ട്. ഐ യൂസ് ടു സേ യു കനോട്ട് പ്ലേ മ്യൂസിക് വിത്ത്. നമുക്ക് പാട്ട് പാടി പറയാൻ പറ്റാത്ത ഒത്തിരി മെസ്സേജസ് ഉണ്ട്. ആ മെസ്സേജസ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ. കട്ടി എന്നുള്ളതല്ല, ദിസ് ഇസ് ദ ട്രൂത്ത്. സത്യം ഇച്ചിരി കട്ടി കൂടിയതായി പോയെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് ശരിയായ നിലയിൽ രോഗസൗഖ്യം അല്ലെങ്കിൽ അപ്പം തിന്നാൻ ഇഷ്ടംപോലെ ആളുകൾ വന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില്ല, എന്നാൽ 6-ാം അധ്യായത്തിൽ തന്നെ അപ്പം തിന്നതിൻ്റെ പിറ്റേ ദിവസം ആൾക്കാർ വന്ന് കർത്താവ് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ആളുകളോട് ആവശ്യപ്പെടുമ്പോൾ, ഒരു കവനൻറ്റിലേക്ക് പ്രവേശിക്കാൻ പറയുമ്പോൾ പറയുന്നത് ഇത് കഠിന വാക്കെന്നാണ്. ഇറ്റ്സ് ഹാർഡ് സേയിങ്. സോ നിത്യജീവൻ്റെ മൊഴികളാണ് കർത്താവ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നത് ഇത് കഠിന വാക്കാണ്, പക്ഷേ ഇതാണ് നിത്യജീവൻ്റെ മൊഴികൾ. ഞങ്ങൾ ഇതിനെ വിട്ടിട്ട് എവിടെയാണ് പോകുന്നത്? വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ ഹാർഡ് സേയിങ്. തീർച്ചയായിട്ടും വേദപുസ്തകത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് കഠിന വാക്കാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആർക്കാ ബ്രദറെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഇല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ അങ്ങനെയുള്ള ചോദ്യം ഉണ്ടായേക്കും. ഈ പറയുന്നതൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലേ? ആർക്കിങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാൻ ഇന്നലെ പെന്റിക്കോസ്റ്റൽ പ്രസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ വല്ലതും പത്രം നടത്താൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, പത്രം നടത്താൻ പറ്റിയാലേ വേണ്ട. ആർക്ക് വേണ്ടി അത് നടത്തുന്നത്? ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ അത് നടന്നില്ലെന്ന് പറഞ്ഞ് നമുക്കാണ് ദോഷം? ഒന്നുമല്ല. എന്നിട്ട് നാളെ ജീസസ് മിഷൻ അടച്ചു പൂട്ടിയാലും എനിക്കൊന്നും പറ്റാനില്ല. കാര്യം
ജീസസ് മിഷൻ എന്ന് പറയുന്നത് എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമൊന്നുമല്ല. എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗം ഒന്നേ ഉള്ളൂ, ജീസസേ ഉള്ളൂ. അത് നാളെ ദൈവത്തിന് വേണ്ടായെങ്കിൽ എനിക്കത് വേണ്ട. ഞാൻ എൻ്റെ അസ്തിത്വം ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നത് കൊണ്ടാണ് അതിനെ ഞാൻ എന്ത് ചിന്തിക്കുന്നത്. ബ്രദറെ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രസ്ഥാനം എനിക്കങ്ങനെ പ്രസ്ഥാനമൊന്നുമില്ല. എൻ്റെ എക്സിസ്റ്റൻസ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് യേശുവിനാണെങ്കിൽ അതിനെനിക്ക് വാലൊന്നും ആവശ്യമില്ല. വാല് വേണ്ടവർക്ക് മാത്രമേ ഉള്ളൂ. എന്താ ഇതിങ്ങനെ കൊണ്ടുപോകണമെന്ന്, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകേണ്ട സാധനമല്ല മിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും കൊണ്ടുപോകേണ്ട കാര്യമല്ല പത്രം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും കൊണ്ടുപോകേണ്ട കാര്യമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്, എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെടാൻ പറ്റും? നീ പറയുന്നത് പോലൊക്കെ ആണെങ്കിൽ എങ്ങനെ രക്ഷിക്കപ്പെടാൻ പറ്റും? രക്ഷിക്കപ്പെടാനൊക്കെ പറ്റും, നിങ്ങളുടെ ചിന്തയാണ് നടക്കത്തില്ലെന്നുള്ളത്. ചിലപ്പോൾ ആളുകാർ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടോ? 100 കണക്കിന് ആളുകളുണ്ട് സഹോദരൻ, നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇതേപോലെ ജീവിക്കുന്ന, വേദോസ പ്രകാരം ജീവിക്കുന്ന 1000 ആളുകളുണ്ട്. നമ്മളവരെ കാണുന്നില്ല, നമ്മൾ കാണുന്നത് കള്ളന്മാരെ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എല്ലാവരും കള്ളന്മാരാണെന്നാണ്. അങ്ങനൊന്നും അല്ല. വളരെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നതായ എത്രയോ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞത്, ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ആളൊന്നുമല്ല, എങ്കിലും ഞാൻ പറയണം, നമ്മുടെ പ്രസ്ഥാനത്തിനുമുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെ കഴിയും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് 26 വാക്യത്തിൽ കർത്താവ് പറയാണ്, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. അപ്പോൾ ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. അതായത് നമ്മുടെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതെ, മനുഷ്യർക്ക് സാധ്യമാണ്, ധനികർ സ്വർഗരാജ്യത്തിൽ പോകുന്നത് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. പിന്നെ ദൈവം നിശ്ചയിക്കുകയാണെങ്കിൽ ധനികനെ എങ്ങനെയെങ്കിലും സൂചിക്കുഴയിലൂടെ ഇടിച്ച് കുത്തി അങ്ങ് ദൈവത്തിൽ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റും, ധനികനായാലും കുഴപ്പമില്ലെന്ന്. പക്ഷെ അതല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ അർത്ഥം, സമ്പത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി അസാധ്യം, സമ്പത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവിക ഇടപെടലുണ്ടായാൽ വളരെ എളുപ്പമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. മാനുഷികമായി സമ്പത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. മാനുഷികമായി സമ്പത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ദൈവാശ്രയമുള്ള വ്യക്തിക്ക് അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമല്ല, അവനത് വിഷയമല്ല. ഞാൻ സി ടി സ്റ്റഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സി ടി സ്റ്റഡ് അദ്ദേഹം ജനിച്ചത് ഏകദേശം 100 മുറികളുള്ള ഒരു വലിയ കൊട്ടാരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോൺ സ്റ്റഡിന് ഇന്ത്യയിൽ കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളുണ്ടായിരുന്നു. കിലോമീറ്ററുകൾ അല്ല, ഏക്കർ കണക്കിനൊന്നുമല്ല, കിലോമീറ്റർ കണക്കിന് തോട്ടങ്ങളുണ്ടായിരുന്നു. ഹി വാസ് ലിവിങ് എ വെരി ലക്ഷറിയസ് ലൈഫ്. വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ 100 കണക്കിന് ജോലിക്കാരും എല്ലാമായിട്ട് കഴിഞ്ഞ ഒരു കുബേരകുമാരൻ, നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. പുതുപ്പണമൊന്നുമല്ല, പഴയ പണം, ശരിക്കും പൈസ ഉള്ളത്. എന്തന്നെയല്ല, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റ് ടീമിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. കൗണ്ടി ക്രിക്കറ്റ് പ്ലെയറായിരുന്നു. ഹി വാസ് നോൺ ബൈ മെനി പീപ്പിൾ. ഹി വാസ് എ വെരി ഫേമസ് പേഴ്സൺ. വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തി, വളരെ ധനികനായ വ്യക്തി, ചാൾസ് സ്റ്റാഡ്. അദ്ദേഹം DL മോഡിയുടെ ഒരു പ്രസംഗം കേട്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്പൻ വിശ്വാസി വരുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. DL മോഡി മറ്റൊരു പ്രാവശ്യം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ ചൈനയിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകാനുള്ള വലിയ കോളിങ് സി ടി സ്റ്റഡിനുണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ കല്യാണം ഉറച്ചിരിക്കുന്ന സമയമാണ്. കല്യാണം ഉറച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണോട് പറഞ്ഞു, ദൈവം എന്നെ ചൈനയ്ക്ക് പോകാനായിട്ട് വിളിച്ചു, അതുകൊണ്ട് കല്യാണം നടക്കുമില്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നോട് കൂടെ ചൈനയ്ക്ക് വരാൻ തയ്യാറാണ്, ഞാൻ സുവിശേഷ വേല ഞാനും തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ചൈനയ്ക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു. കല്യാണം നടന്നിട്ടില്ല. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടി വെട്ടുന്ന പോലുള്ള ശബ്ദം, നീ നിനക്കുള്ളത് വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുക്കുക, പിന്നീട് വന്ന് ചൈനയിൽ സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന്. അതായത് സെൽ ഓൾ യുവർ പ്രോപ്പർട്ടി ആൻഡ് ഗിവ് ഇറ്റ് ടു മിഷൻസ് ആൻഡ് ദെൻ ഗോ ടു ചൈന. അതും കൊണ്ട് ചൈനയ്ക്ക് പോകാനല്ല പറഞ്ഞത്, അതെന്ത് ചെയ്യണം, വിറ്റ് മിഷൻസിന് കൊടുക്കുക, എന്നിട്ട് ചൈനയ്ക്ക് സുവിശേഷ വേലയ്ക്ക് പോകാൻ. ഇപ്പം വസ്തു വിറ്റേച്ച് ജീസസ് മിഷന് വേണ്ടി പൈസ വിൽക്കുന്നത് പോലെ അല്ല അത്. ഞാൻ എൻ്റെ വസ്തു വിറ്റേച്ച് അത് എവരിയോൺ ക്രൂസൈഡിനും ക്യാമ്പസ് ക്രൂസൈഡിനും എല്ലാം കൊടുത്തേച്ച് ഞാൻ ഒന്നുമില്ലാത്തവനായി പോകുന്നതിന് പോലെയുള്ളൊരു കാര്യമാണിത്. അപ്പോൾ സി ടി സ്റ്റഡിനുണ്ടായ ഒരു വലിയ പ്രശ്നം, ഇതെങ്ങനെയായി കൊച്ചിനോട് പറയുന്നത്? പെൺപിള്ളേരല്ലേ. അപ്പോൾ അതുകൊണ്ട് പറയാതെ എന്നാൽ ഇതങ്ങ് വിൽക്കാം എന്ന് ചിന്തിച്ച് എല്ലാ കരാറും എല്ലാം എഴുതി
കുറച്ച് പൈസ മാത്രം മാറ്റി വെച്ചു ഒരു വീട് മാറ്റി വെച്ചു, ഒരു ചെറിയ വീട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിങ്ങോട്ട് വന്ന് ഒന്ന് താമസിക്കണമല്ലോ, പിന്നല്ലേ ചൈനയ്ക്ക് പോകുന്നത്. ആ ഒരു വീട് മാറ്റി വെച്ച് ബാക്കിയെല്ലാം വിറ്റിട്ട് വില്യം ബൂത്തിനും, അന്ന് വില്യം ബൂത്തിൻ്റെ സാൽവേഷൻ ആർമി ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതുപോലെയുള്ള പല ഓർഗനൈസേഷൻസിന് അദ്ദേഹം പണമെല്ലാം വീതിച്ചു കൊടുത്തു. ഒന്നും ഭാര്യയോട് പറഞ്ഞില്ല, ഭാര്യയല്ല ഫിയാൻസിയോട് പറഞ്ഞില്ല. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരു കാര്യം ചെയ്തു, കർത്താവിനോട് പറഞ്ഞു, നീ നിനക്കുള്ളത് വിറ്റ് സുവിശേഷ വരയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ മിഷന് വേണ്ടി ഈ പൈസ എല്ലാം കൊടുത്തു. പിന്നെ നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വീട് മാത്രം ഞാൻ മാറ്റിയിട്ടുണ്ട്. വി ഹാവ് എ സ്മോൾ ഹൗസ്, അത് മാത്രമേ ഉള്ളൂ. സ്മോൾ ഹൗസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് ആലോചിക്കണം. ഈ പെങ്കൊച്ച് ഈറ്റപ്പുലിയെ പോലെ ഒരു ചാട്ടം, ഒറ്റ അക്ഷരം എൻ്റെ അടുത്ത് മിണ്ടിപ്പോയേക്കരുത്. ചോദിച്ചു, ദൈവം പറഞ്ഞത് അതാ ഞാൻ ചോദിച്ചത്, ദൈവം എന്താ നിങ്ങൾ പറഞ്ഞത്? ദൈവം പറഞ്ഞത് എല്ലാം വിറ്റ് സുവിശേഷ വരയ്ക്ക് കൊടുക്കാൻ. ഇവിടെ ചോദിക്കുക, പിന്നെന്തിനാ ആ വീട് മാറ്റി വെച്ചത്? അതുകൂടെ പോയി വിറ്റേച്ച് എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞാൽ മതിയെന്ന്. പിന്നെന്തിനാണ് വീട് മാറ്റി വെച്ചത്? നിങ്ങളോട് പറഞ്ഞത് എല്ലാം വിൽക്കാനാണെങ്കിൽ എല്ലാം വിറ്റിട്ട് എൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞാൽ മതിയെന്ന്. ആ സ്ത്രീ എത്ര കമ്മിറ്റഡ് ആയിരുന്നു നിങ്ങൾ ആലോചിക്കണം. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അതെല്ലാം വിൽക്കാൻ കഴിഞ്ഞത്? ദൈവത്തിൽ നിന്നുള്ള ഒരു ശബ്ദം കൊണ്ടാണ്. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഈ യുവാവ് ഉപേക്ഷിച്ച് പോയി. കർത്താവ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആർക്കാണ് ഇത് ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, മാനുഷികമായി പ്രയാസമായിരിക്കും, പക്ഷേ ദൈവാശ്രയം ഉണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. പത്രോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ, സകലവും വിട്ട്. ഈ സകലവും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നീളം ഇച്ചിരി കൂടുതലാണ് നമ്മൾ പലപ്പോഴും. ശരിക്കും പറഞ്ഞാൽ പത്രോസ് എന്തോ വിട്ടത്? ഒരു വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. മത്തായി സുവിശേഷം 4-ാമത്തെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പത്രോസും അന്ത്രയോസും വല വിട്ടേച്ച് അനുഗമിച്ചു. യാക്കോബും യോഹന്നാനും പടകിനെയും വലയും പടകും അപ്പനെയും വിട്ട് അനുഗമിച്ചു. മർക്കോസ് സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് അവൻ കൂലിക്കാരെയും വിട്ട്, അവന് കൂലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പത്രോസും അന്ത്രയോസും പോലെ അല്ല യാക്കോബും യോഹന്നാനും കമ്പാരിറ്റീവ്ലി കുറെ കൂടെ സാമ്പത്തിക ഭദ്രതയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് പത്രോസ് ഉപേക്ഷിച്ചത് ഒരു വലയാണ്, മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വല. നമ്മൾ ലൂക്കോസ് വിഷയത്തിൽ അത് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കീറ്റ വല ഉപേക്ഷിച്ചിട്ടാണ് ഈ പത്രോസ് കൊടുത്തത്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചെന്ന് പറയുന്നത്. നമ്മൾ ചില ആളുകളൊക്കെ, ഞാൻ ലോകപ്രകാരം ഉണ്ടായിരുന്ന വലിയ ഉദ്യോഗമൊക്കെയും വിട്ട്, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു, വലിയ ഉദ്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ക്ലാർക്ക് ഉദ്യോഗം കളഞ്ഞിട്ട് വന്ന കാര്യമാണ് ഈ വലിയ ആനക്കാര്യത്തിൽ പറയുന്നത്. അന്ന് ജീവിച്ചതിൻ്റെ 5 ഇരട്ടി നന്നായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. നാണമില്ലയോ ഇതൊക്കെ പറയാൻ? സകലവും വിട്ടെന്നൊക്കെ എന്ത് വിട്ടെന്നായി പറയുന്നത്? എന്ത് വിട്ടു? പത്രോസ് പറയുന്നത്, ഞങ്ങൾ ഇന്ന് സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്ത്? ഉപേക്ഷിക്കുമ്പോൾ എന്ത് കിട്ടും? എന്ത് കിട്ടും എന്ന് ചോദിച്ചാണ് അനുഗമിക്കുന്നത് തന്നെ, ഉപേക്ഷിക്കുന്നത് തന്നെ. അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കിട്ടുമെന്നാണല്ലോ പ്രസംഗിക്കുന്നവനും പ്രസംഗിക്കുന്നത്, ഇല്ലേ? ഏത് ക്രൂസൈഡ് പ്രസംഗം കേട്ട് കഴിഞ്ഞാലും, ഇന്ന് നീ കർത്താവിൻ്റെ പിന്നാലെ വന്നാൽ നിനക്കിതാ ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, എന്തിനു വേണ്ടി? നിനക്ക് കാശ് തരാനായിട്ട്, നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണോ, അഡ്മിഷൻ തരാനായിട്ട്, നിങ്ങൾക്ക് കാർ വേണോ, കാർ തരാനായിട്ട്, നിനക്ക് ഈ വീട് ചെറിയ വീടാണോ, വലിയ വീട് വേണോ, വലിയ വീട് തരാൻ ഇതാ കർത്താവ് വന്നിരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുമെങ്കിൽ ഇതാ നിനക്ക് കിട്ടുമെന്നല്ലേ പറയുന്നത്. കിട്ടുമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പിന്നെ കിട്ടാനല്ലാതെ പിന്നെ എന്തോ നോക്കിയിരിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതാണ് സുവിശേഷമെന്ന്? വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ യേശു കർത്താവ് ഒരു വ്യക്തിയെ വിളിക്കുമ്പോഴത്തേക്ക് നീ അനുഗമിച്ചാൽ നിനക്ക് ഇന്ന് തരാമെന്ന് പറഞ്ഞ് ആരെയും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നെ അനുഗമിക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? സകലവും ഉപേക്ഷിച്ചവനെ അനുഗമിച്ചു. ഒരിക്കലും കർത്താവ് ഒരു കാര്യം ഓഫർ ചെയ്തിട്ടില്ലെന്ന് തന്നെയല്ല, ഉപേക്ഷിക്കാനാണ് കർത്താവ് എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത്, അല്ലാതെ ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് ഒരിക്കലും സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ ആരാണ് ഇന്നൊരു പ്രസംഗകന് നീ യേശുവിനെ അനുഗമിച്ചാൽ എന്ത് കിട്ടുമെന്ന് പറയാനുള്ള അധികാരം കൊടുത്തത്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഇത് വേറൊരു സുവിശേഷമാണെന്ന് ഞങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാരണം. ഇറ്റ് ഈസ് അനദർ ഗോസ്പൽ. യു നോ വൈ? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ സുവിശേഷത്തിൽ യേശു ഒരാളെ വിളിക്കുമ്പോൾ ഒരിക്കലും ഒന്നും ഓഫർ ചെയ്ത് വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, യേശുവിനെ അനുഗമിച്ചത് കൊണ്ട്, ഭൂമിയിൽ യേശുവിനെ അനുഗമിച്ച പല ആളുകളെ കുറിച്ച് വേഴ്സിലുണ്ടല്ലോ, അതിനകത്ത് ആരെങ്കിലും യേശുവിനെ അനുഗമിച്ചത് കൊണ്ട്
അന്ന് അവൻ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതിയേക്കാൾ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് വന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഴയ്ക്കുന്ന ചോദ്യമാണ്. പത്രോസോ, യാക്കോബോ, യോഹന്നാനോ, പൗലോസോ, അന്ത്രയോസോ, നിക്കോദിമോസോ, ഏതെങ്കിലും ഒരു വ്യക്തി, ഫിലിപ്പോസോ, ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ അന്നത്തെ സ്റ്റേജിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് വന്നതായിട്ട് നിങ്ങൾ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം കുറച്ച് പാസ്റ്റർമാരെല്ലാം കൂടെ കൂടിയിരുന്നപ്പോഴത്തേക്ക് അവർ ഞാനോടിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ഉള്ള പാസ്റ്റർമാരാണ് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാജുവിനറിയാതെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒന്നുമില്ലാതെ വന്നു, പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെയും 4 കോടി 8 കോടി 10 കോടിയുടെ ഒക്കെ സ്വത്ത് കയ്യിലുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന പാസ്റ്റർമാരാണ്. ഞാനോട് പറഞ്ഞ് നിങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ എന്തോ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തോ ഉണ്ട്, കർത്താവ് നിങ്ങളെ എങ്ങനെ അനുഗ്രഹിച്ചു, ഇതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കർത്താവിനെ കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്ന സ്വത്തിൻ്റെ 30% ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഈ 30% കൂടുതൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എന്തിനാ പിന്നെ കൂടുതൽ? എനിക്ക് ജീവിക്കാനുള്ളത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കർത്താവിനെ അനുഗമിച്ചപ്പോൾ എനിക്ക് എന്ത് സ്വത്തുണ്ടായിരുന്നു അതിനേക്കാൾ 1 രൂപ കുറഞ്ഞ് മരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലാതെ കൂടി മരിക്കണമെന്നൊന്നുമല്ല. എനിക്ക് അത്രേ ഉള്ളൂ പ്രാർത്ഥന. ഒന്നുമില്ലാത്തവനായി മരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്കറിയത്തില്ല അത് പറ്റുമെന്ന്. അത്രയും കമ്മിറ്റ്മെൻ്റ് ഒന്നും ആയി കാണത്തില്ല. പക്ഷേ എന്താണെങ്കിലും ഞാൻ കർത്താവിനെ അനുഗമിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടായിരുന്നോ അതിനേക്കാൾ 1 രൂപ കൂടി മരിക്കരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇതുവരെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും കർത്താവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊരു അഭിമാനമായിട്ടൊക്കെ പറഞ്ഞതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കാര്യം യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങിയവർക്ക് യേശു ഓഫർ ചെയ്തത് ഈ കാര്യങ്ങളൊന്നുമല്ല, ഒരു കാര്യവുമല്ല. കർത്താവ് എന്നോട് പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ അനുഗമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് എന്ത് പറയുന്നു? 28 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. കർത്താവ് പറയുന്നത് എന്തറിയോ? പത്രോസേ, നീ ചോദിച്ചല്ല എന്തോ കിട്ടുമെന്ന്. എടാ, ദൈവം ആർക്കും കടക്കാനൊന്നുമല്ല. നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, നീ ചോദിച്ചതൊക്കെ നിനക്ക് കിട്ടും. ചോദിക്കുന്നവനെല്ലാം കൊടുക്കുന്നവനാണ് ദൈവം. ഈ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഞാൻ പറയാൻ പോകുന്ന അത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ചോദിക്കുന്നവന് ദൈവം എന്ത് ചെയ്യും? കൊടുക്കും. നിങ്ങൾ കർത്താവിനോട് പണം ചോദിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് പണം തരും. നിങ്ങൾ കർത്താവിനോട് യേശുവിനെ ചോദിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് യേശുവിനെ തരും. നിങ്ങൾ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ പണം ചോദിച്ചാൽ, ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ ജെസ്സി ഇവിടെ ഉണ്ടല്ലോ, ജെസ്സിയോട് ഞാൻ പറഞ്ഞു, ജെസ്സി, ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കർത്താവ് എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് കാശ് വേണമെങ്കിൽ പണം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് എന്ത് ചെയ്യും? പണം തരും. പിന്നെ ഞങ്ങളിന്ന് 17-ാം സങ്കീർത്തനം വായിച്ചാ ഇത് പറയുന്നത്. ഞാൻ തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്ന് തന്നെ വിടുവിക്കണമേ. അവരുടെ ഓഹരി ആയുസ്സിലത്രേ, അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, അവരുടെ ധനശിഷ്ടം അവർ തങ്ങളുടെ മക്കൾക്ക് വെച്ചേച്ച് പോകുന്നു. അവിടെ ഇംഗ്ലീഷിൽ ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന വേർഷനിൽ ഇങ്ങനെയാണ്, യു ഹാവ് ഫിൽഡ് ദം വിത്ത് യുവർ ട്രഷേഴ്സ് സോ ദെയർ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ ആർ റിച്ച് ആൻഡ് പ്രോസ്പറസ്. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു, അവരുടെ മക്കളും കൊച്ചുമക്കളും ധനികരാണ്. ആരുടെ? ലൗകിക, മെൻ ഓഫ് ദിസ് വേൾഡ് ഹൂസ് ഓൺലി കൺസേൺ ഇൻ എർത്ത്ലി ഗെയിൻ. ഈ ഭൂമിയിൽ ഓഹരി ആഗ്രഹിച്ച ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് തന്നെ രക്ഷിക്കണമേ. അതായത് അവരുടെ ഹൃദയത്തിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ? ഈ ലോകത്തിൻ്റെ ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് ഈ ലോകമങ്ങ് കൊടുത്തു. അതുകൊണ്ട് എന്താ പ്രത്യേകത? അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ധനികരും റിച്ച് ആൻഡ് പ്രോസ്പറസ്, സമ്പന്നരുമാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയാണ്, എന്നെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങ് വിട്ടേക്കണേ. എന്തുകൊണ്ടാണ്? ഞാനോ നീതിയിൽ നിൻ്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. സങ്കീർത്തനക്കാരൻ പറയാണ്, എനിക്ക് അവരുടെ കൂടെ കൂടണ്ട. എൻ്റെ മക്കൾ ഇച്ചിരി പട്ടിണി കിടന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ, ഞാൻ നീതിയിൽ നിൻ്റെ മുഖം കാണും. ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ എം സീയിങ് യുവർ ഫേസ് ഇൻ റൈച്ചസ്നെസ്. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനായിക്കൊള്ളാം. ഐ ഷാൽ ബി സാറ്റിസ്ഫൈഡ് ബൈ സീയിങ് യുവർ ഫേസ് ഇൻ റൈച്ചസ്നെസ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നീതിയിൽ നിൻ്റെ മുഖം കണ്ട് തൃപ്തനായിക്കൊള്ളാം.
ഐ ഷാൽ ബി സാറ്റിസ്ഫൈഡ്. എനിക്ക് വേറെ ഒന്നും പ്രശ്നമൊന്നുമല്ല. പക്ഷേ എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താ? ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ ഉണരുമ്പോൾ എനിക്ക് കാശ് കാണണ്ട, കാറ് കാണണ്ട, വീട് കാണണ്ട, എനിക്കൊന്നും കാണണ്ട. അതൊന്നും കണ്ടാലൊന്നും എനിക്ക് തൃപ്തി വരത്തില്ല. എനിക്ക് തൃപ്തി വരണമെങ്കിൽ എന്തോ കണ്ടാലേ പറ്റുള്ളൂ? നിൻ്റെ മുഖം കണ്ടെങ്കിൽ എനിക്ക് തൃപ്തി വരത്തുള്ളൂ. അപ്പം അന്ന് ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം അതാണ്. ഇഫ് യു ലവ് ജീസസ് യു വിൽ ഹാവ് ജീസസ്, ഇഫ് യു ലവ് മണി യു വിൽ ഹാവ് മണി. നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് യേശു കാണും, പണത്തെ സ്നേഹിച്ചാൽ പണം കാണും. പണത്തെ സ്നേഹിക്കുന്നവനേ പണം ഉണ്ടാകത്തുള്ളൂ. സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ഇട്ട് കളയുമല്ലോ, കളഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. സ്നേഹിക്കുന്നതിനല്ലേ കൂട്ടി വെക്കുന്നത്? നമ്മൾ സ്നേഹിക്കുമ്പോഴാണല്ലോ അത് കളയാതിരിക്കുന്നല്ലേ. പണം കളയാതിരിക്കുന്നപ്പോഴാണ് when we love it. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു സത്യമാണ്. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് കർത്താവ് പറയാണ്, പത്രോസേ നീ ചോദിച്ചതുകൊണ്ട്, ഞാൻ പറയാം, നീ ചോദിച്ചതുകൊണ്ട് നിനക്ക് ചോദിച്ചതെല്ലാം കിട്ടും. പക്ഷെ കിട്ടുമെന്ന് പറയുമ്പോഴും അവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവിടെ ലഭിക്കുമെന്ന് പറയുമ്പോഴും നിലങ്ങൾ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ അവിടെ. ബാക്കിയെല്ലാം എന്താണ്? വീടുകൾ, അപ്പന്, സഹോദരികൾ, അമ്മയെ, സഹോദരികൾ, അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ 100 മടങ്ങ്. അപ്പോൾ ഇവിടെ പറയുന്നത്, കർത്താവ് പറയുന്നത്, നീ ഒരു ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ നിന്നെ വീട്ടിൽ നിറക്കി വിട്ടാൽ 100 വീട്ടിൽ നിന്നെ വിളിച്ച് കയറ്റി കുഞ്ഞെ ഇത് നിന്റെ വീടാണെന്ന് പറയും. നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിന്റെ അപ്പനോ അമ്മയോ നിന്നെ ഉപേക്ഷിച്ചാൽ 100 പേര് നിന്നോട് പറയും, എടാ ഞാൻ നിന്റെ അപ്പനാണെന്ന് പറയും, ഞാൻ നിന്റെ അമ്മയാണെന്ന് പറയും, ഞാൻ നിന്റെ സഹോദരിയാണെന്ന് പറയും, നിന്റെ സഹോദരനാണെന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിലെ ഒരു വാല് മാത്രമാണെന്ത്? നിലങ്ങൾ. പക്ഷേ നമ്മൾ 100 മടങ്ങെന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെയും എനിക്ക് അപ്പന്മാരെയും അമ്മമാരെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും തുറന്ന് ആരും പ്രാർത്ഥിക്കുന്നുള്ളൂ? നിലങ്ങളുടെ കാര്യം മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാര്യം ഇതാ തലയ്ക്ക് പിടിച്ച് കിടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്ക് ശരിക്കും ഈ കാര്യം ശരിക്കും അനുഭവമായിട്ടുണ്ട്. ശരിക്കും ഞാൻ വിശ്വാസി വന്നപ്പോൾ ഒത്തിരി റിജക്ഷൻ അനുഭവിച്ച ആളാണ്. ഒത്തിരി റിജക്ഷൻ വിശ്വാസത്തിൻ്റെ പേരിൽ, അല്ല വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ ഏത് സ്ഥാനത്തും എൻ്റെ ഓൺ ബ്രദേഴ്സിനേക്കാൾ, ഓൺ അമ്മയേക്കാൾ, അപ്പനേക്കാൾ സ്നേഹമുള്ള ആളുകൾ എനിക്കുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഇൻ അനദർ കോണ്ടിനെൻറ്റ്, ഇന്ന് ആഫ്രിക്ക ഞാൻ ചെന്ന് കഴിഞ്ഞാലും, ആഫ്രിക്കയുടെ ഞാൻ പോകുന്ന ഏത് കൺട്രി ചെന്ന് കഴിഞ്ഞാലും, ഞാൻ ചെല്ലുന്ന സമയത്ത് എയർപോർട്ടിൽ വന്ന് എന്നെ സ്വീകരിച്ച് ഇത് നിൻ്റെ വീടാണ്, ഇവിടെ താമസിക്കാൻ പറഞ്ഞ് കൊണ്ടുപോകാൻ എനിക്ക് നാളുണ്ട്. എന്തുകൊണ്ടാണ്? അത് പ്രോമിസാണ്, ദൈവം തന്ന പ്രോമിസാണ്. ഞാൻ ഈ പ്രോമിസ് ശരിക്കും അനുഭവിക്കുന്ന ആളാണ്. ഈ പ്രോമിസാണ്. എന്നോട് എത്രയോ പേര് അവിടുത്തെ വരെ പറഞ്ഞിട്ടുണ്ട്, യു ആർ മോർ ദാൻ എ ബ്രദർ ടു മീ എന്ന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. കിക്ല എന്ന് പറഞ്ഞൊരു മുസ്ലിം കൺവേർട്ട് ഉണ്ട് അവിടെ, എൻ്റെ ഒരു വലിയ ഫ്രണ്ടാണ്. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വിശ്വാസി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ വൈഫ് ഇവന് പോയിസൺ കൊടുത്തതാണ്. ആ വീട്ടിലൊരു മനുഷ്യനെ കയറ്റിട്ടില്ല. പാസ്റ്റർ ചെന്നപ്പോൾ ഓടിച്ചത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഐ വെൻറ്റ് ടു ഹിസ് ഹൗസ്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഷീ വാസ് ഗിവിങ് മീ സം കൈൻഡ് ഓഫ് ഗിഫ്റ്റ്സ് ആൻഡ് ഓൾ. എന്നിട്ട് കിക്കുളൻ പറയാണ്, എൻ്റെ ഓൺ ബ്രദർ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്, എൻ്റെ അടുത്ത ബ്രദർ ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ ചീഫാണ് ഈ ഡാറുസലാമിൻ്റെ. അവരാരും എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടില്ല. അവരാരും എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടില്ല. നീയാണ് എൻ്റെ വീട്ടിൽ വന്ന ആദ്യത്തെ സഹോദരൻ എന്ന്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതാ ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് ദ പ്രോമിസ്. ഈ പ്രോമിസ് നമ്മൾ എന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ ചോദ്യം ചോദിച്ചാൽ നീ ചോദിക്കുന്നത് തരും. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാത്തവരുണ്ട്. ഒരു ചോദ്യവും ചോദിക്കാതെ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്നവരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ പ്രതിഫലം വാരിക്കൂട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പത്രോസേ നീ ചോദിച്ചല്ലോ, നീ എന്നെ അനുഗമിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന്. തീർച്ചയായിട്ടും നിനക്ക് കിട്ടും. നീ ചോദിച്ചതുകൊണ്ട് നീ ചോദിക്കുന്നത് കിട്ടും. പക്ഷേ എങ്കിലും പിമ്പന്മാർ പലരും മുമ്പന്മാരും, മുമ്പന്മാർ പലരും പിമ്പന്മാരുമാകും. ചോദിക്കാതെ എന്നെ അനുഗമിക്കുന്നവരാണ് സ്വർഗത്തിൽ പ്രതിഫലം വാരിക്കൂട്ടാൻ പോകുന്നത്. നീ ചോദിച്ചത് നിനക്ക് തരും. എപ്പോൾ കർത്താവിനോട് നമ്മൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നോ അന്നേരം തൊട്ട് കർത്താവ് നമ്മളോട് ബിസിനസ് ചെയ്യുകയായിരിക്കും. ഇത് വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന പത്രോസിൻ്റെ ചോദ്യത്തിനുള്ള യേശുവിൻ്റെ മറുപടിയാണ് 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉപമ. നിന്നെ അനുഗമിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് 20-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഉപമ. അതുകൊണ്ടാണ്
ഇതിൻ്റെ ഒടുവിൽ പറഞ്ഞ പത്രോസിൻ്റെ ചോദ്യത്തിനൊടുവിൽ കർത്താവ് എന്താ പറയുന്നത്? മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ഉപമ പറഞ്ഞിട്ടും കർത്താവ് പറയുന്ന സെയിം വാക്കാണ്. അങ്ങനെ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ പിമ്പന്മാരും ചോദ്യങ്ങൾ ചോദിക്കാത്തവർ മുമ്പന്മാരുമാകും. അത് മനസ്സിലാക്കാനാണ് അടുത്ത ഉപമ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വൈകുന്നേരം പഠിക്കാൻ കഴിയട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. നമ്മുടെ വേദഭാഗത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ ഭാഗത്ത് ധനികനായ യുവാവ് അവൻ പൂർണ്ണമായി കർത്താവിനെ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെട്ടവനാണ്. കാരണം സ്നേഹം പൂർണ്ണമാണെങ്കിൽ അവിടെ വേറെ ഒന്നും കൊണ്ടിടാൻ പറ്റത്തില്ല. അവൻ ദൈവത്തെ സ്നേഹിച്ചു, അതൊരു സത്യമാണ്. പക്ഷേ അവൻ ധനത്തെയും സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിനോട് ചേർന്ന് മറ്റെന്തെങ്കിലും കൂടെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവോ എന്ന ചോദ്യം. എങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്? ഒരു പുത്രത്വത്തിലുള്ള ജീവിതമാണോ, അതോ ഒരു സൽഗുണപൂർണ്ണതയുള്ള പെർഫെക്റ്റ് ലൈഫ്? നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണർ ആകുവീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളോട് തന്നെ ചോദിച്ചേ, ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്? ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് പറയുന്നതായ ആ ഭാഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ യേശു ഉരുവാകുന്ന, യേശു നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന, വേറെ ഒന്നിനും പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത രീതിയിൽ യേശു നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? കർത്താവിന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇഫ് യു വുഡ് ടു ബി പെർഫെക്റ്റ്, നിങ്ങൾ പെർഫെക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും, അതിന് യാതൊരു സംശയവുമില്ല. പണം നമ്മളെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു? പദവികൾ നമ്മളെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു? പണവും പദവികളും നമ്മുടെ പിന്നാലെ വരുന്നെങ്കിൽ അത് നമ്മൾ ദുഃഖിച്ച് യേശുവിനെ അനുഗമിക്കാൻ കഴിയാത്തൊരു സ്റ്റേജിലേക്കാണ്. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം നമ്മൾ എത്രയോ പ്രാവശ്യം ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആർക്കാണ് ജീവിക്കാൻ പറ്റുന്നത്? നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ ആർക്കാണ് ജീവിക്കാൻ പറ്റുന്നത്? പക്ഷേ കർത്താവ് പറയുന്നു, മാനുഷികമായി നിങ്ങൾ കഴിയത്തില്ലായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ യേശു നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റും. യേശു എന്നെ ജീവിക്കുന്നുണ്ടെങ്കിൽ, യേശു എന്നെ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് ചോദിക്കാം, യേശു തന്നെയാണോ എന്നെ നിറഞ്ഞു നിൽക്കുന്നത്? അതോ പണമാണോ, പദവികളാണോ, കസേരയാണോ, മറ്റു കാര്യങ്ങളാണോ? ഇന്ന് നമുക്ക് കർത്താവിനോട് ഒരിക്കലും പറയാൻ പറ്റുമോ, കർത്താവേ ഞാൻ നിന്നെ പൂർണ്ണമായി അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാത്തവനായി നിൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യം നമുക്കൊന്ന് നിർത്തിവെക്കാം. പകരം അവനെ പൂർണ്ണമായി സ്നേഹിക്കുന്നത് അത് മാത്രം മതി എന്ന് നമുക്ക് പറയാം. നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നു അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ പണത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പണം കിട്ടും. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കിട്ടും. പത്രോസ് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഒരു ചോദ്യവും ചോദിക്കാതെ അവൻ്റെ പിന്നാലെ പോയതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കണ്ടില്ലേ അവൻ ചോദ്യം ചോദിക്കുന്നത്? ഇതുപോലെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗമനത്തിൻ്റെ ആദ്യ സമയത്തൊന്നും കർത്താവിനോട് നമ്മളൊന്നും ചോദിച്ച് കാണത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ചോദിക്കാൻ തുടങ്ങി, എന്താ കിട്ടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അത് സംഭവിക്കാതിരിക്കട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുന്നവന് കർത്താവ് കൊടുക്കും. പക്ഷേ ഒന്നും ചോദിക്കാതെ യേശുവിനെ മാത്രം കണ്ടിറങ്ങുന്നവന് വേണ്ടി സ്വർഗത്തിൽ പ്രതിഫലം വാരിക്കോരി കൊടുക്കാൻ കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ഇവിടെ നമ്മളൊരു പക്ഷേ പിമ്പന്മാരായിരിക്കാം, അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. എന്നാൽ സ്വർഗത്തിൽ പിമ്പന്മാരാകുന്നത് അല്ല, അവിടെ മുമ്പന്മാരാകണമെങ്കിൽ പലപ്പോഴും ഇവിടെ നമ്മൾ പിമ്പന്മാരായേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ പിമ്പന്മാരായി തന്നെ നമുക്ക് കഴിയാം. കാരണം സ്വർഗത്തിൽ മുമ്പന്മാരാകേണ്ടതിന് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേ നമ്മൾ സ്വർഗത്തിലേക്ക് കയറി പോകാവൂ. ഇനി എത്രയോ കാലങ്ങൾ നമ്മളവിടെ ജീവിക്കണം, നിത്യത മുഴുവൻ അവിടെ താമസിക്കണമെങ്കിൽ നമ്മുടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടായാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ളത് നമ്മുടെ പണമാകാം, നമ്മുടെ പദവികളാകാം, നമ്മുടെ ആരോഗ്യമാകാം, സമയമാകാം. നമുക്കുള്ളത് ആവശ്യക്കാർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് സ്വർഗത്തിൽ വലിയ പ്രതിഫലമായി തീരുകയാണ്, അതൊരു ട്രഷറായി തീരുകയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രമില്ല, അവനെ അനുഗമിക്കുകയും വേണം. ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുവാനുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് നടത്താം. അങ്ങനെ നമുക്ക് മുമ്പന്മാരായി തീരാം. ഒന്നും ചോദിക്കാതെ യേശുവിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് തീരുമാനിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.